നമസ്കാരം. വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എൻഡോസൾഫാൻ എന്നുള്ള കേൾക്കുമ്പോൾ തന്നെ മലയാളികൾ കുറേ അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അതിൻ്റെ കുറേ വൈകാരികമായ തലങ്ങളും അതിനെക്കുറിച്ചിട്ട് മാത്രമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ എൻഡോസൾഫാൻ നിരോധനം 2010 തൊട്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ ഇൻവോൾവ് ആയിരുന്നു. എൻഡോസൾഫാൻ നിരോധനമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഇൻവോൾവ് ആയിരുന്നു. അപ്പം ആ സമയം തൊട്ട് എൻഡോസൾഫാൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ എൻഡോസൾഫാൻ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, എൻഡോസൾഫാനെ ബെയിൽ ഔട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളായിട്ട് 2010 തൊട്ട് അതിനാണ് ആ സമയത്ത് ഞാനത് ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് അപ്പോഴായിരുന്നു. അപ്പം ആ സമയം തൊട്ട് തന്നെ കുറേ ചർച്ചകൾ വരികയും അന്താരാഷ്ട്ര വേദികൾക്കകത്തും കോടതിക്ക് മുമ്പാകെയും കുറേ ഇൻ്റർനാഷണൽ ഫോറത്തിൻ്റെ അകത്തും സയൻറ്റിഫിക് ഫോറത്തിനകത്തും ഡിസ്കസ് ചെയ്യപ്പെടുകയും അവിടെ വെച്ച് എൻഡോസൾഫാൻ കമ്പനികളും കുറേ താല്പര്യ കക്ഷികളും അഭിനവ ശാസ്ത്ര വിദഗ്ധരെന്നൊക്കെ പറയുന്നവരും പിന്നെ ആരോഗ്യ വിദഗ്ധരും സ്വയം പ്രഖ്യാപിക്കുന്ന അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റുകളൊക്കെ കുറേ വാദങ്ങൾ ഉന്നയിക്കുകയും ആ വാദങ്ങളൊക്കെ എല്ലാ തലങ്ങളെയും തോറ്റ് പരാജയപ്പെടുകയും അവിടെ എല്ലാ സയൻറ്റിഫിക് ഫോറത്തിൻ്റെ അകത്തും കോടതിക്ക് മുമ്പാകുകയും പരാജയപ്പെട്ട വാദങ്ങൾ ഇപ്പം പുതിയ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും അതിൻ്റെ അകത്ത് കുറച്ചധികം ശാസ്ത്രീയമെന്ന് തോന്നിക്കുന്ന രീതിയിൽ നേരത്തെ ഈ വാദങ്ങളെല്ലാം സുപ്രീം കോടതി അടക്കമുള്ള സ്ഥലങ്ങളിലും പിന്നെ കമ്മിറ്റികൾക്കതിലും സുപ്രീം കോടതിയിലെ ICMR കമ്മിറ്റിക്ക് അതൊക്കെ അവർ അവതരിപ്പിച്ചെങ്കിലും അവിടെ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോൾ അത് കുറേയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ആരോഗ്യമേഖലയുടെ സുഹൃത്തുക്കൾ, ഈ സംബന്ധിച്ചുള്ള ശാസ്ത്രബോധ്യം അല്ലെങ്കിൽ ഇതിൻ്റെ പബ്ലിക് ഹെൽത്ത് പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ള കാര്യം, എനിക്കറിയുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ വിവാദം ഉന്നയിക്കുന്ന എൻഡോസൾഫാൻ സേഫാണെന്നുള്ള വാദം മുന്നോട്ട് വയ്ക്കുന്നവർക്കുള്ള മറുപടിയല്ല. കാരണം അവർക്കുള്ള മറുപടി നേരത്തെ കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് അറിയാനിട്ടുമല്ല. അവരുടെ വാദങ്ങളെല്ലാം എല്ലാ തലങ്ങളും പരാജയപ്പെട്ടതാണ്. പക്ഷേ ഇതിന് മറ്റൊരു വശമുണ്ട്. ഇതിൻ്റെ എല്ലാം എൻഡോസൾഫാനാണ്, എല്ലാ പ്രശ്നങ്ങളും കാരണം, കാസർഗോഡിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എൻഡോസൾഫാനാണ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്, മറ്റൊരു എക്സ്ട്രീമുണ്ട്. ആ എക്സ്ട്രീമിൻ്റും അവരും ഫലത്തിൽ ചെയ്യുന്ന ഒരു സെയിം റോൾ തന്നെയാണ് ഇതിൻ്റെ ശാസ്ത്രമായി എടുത്തു കളയാന്നുള്ളത്. അപ്പോൾ എന്താണ് എൻഡോസൾഫാൻ സംബന്ധിച്ച ശാസ്ത്രീയമായിട്ട് പബ്ലിക് ഹെൽത്ത് പെർസ്പെക്റ്റീവ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശാസ്ത്രീയ താല്പര്യമുള്ളവർ പൂർണ്ണമായിട്ടും അത് കേൾക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എൻഡോസൾഫാനായിട്ട് ബന്ധപ്പെട്ടുള്ള എനിക്ക് തോന്നുന്നു പ്രാധാന്യം അർഹിക്കുന്നു. ഒന്ന്, എൻഡോസൾഫാൻ ഇപ്പോൾ പറയുന്ന എൻഡോസൾഫാൻ സേഫായിരുന്നു, എൻഡോസൾഫാൻ തളിച്ചില്ല, യാതൊരു പ്രശ്നമില്ല, അത് കലക്കിയവർക്ക് പ്രശ്നമില്ല, മറ്റവർക്ക് പ്രശ്നമില്ല, അങ്ങനെ വളരെ സേഫായിട്ടുള്ള സാധനമാണ് എന്നുള്ള കാര്യം പറയുകയും ഇതിൻ്റെ ബാൻ തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് എൻഡോസൾഫാൻ്റെ ഹെൽത്ത് എഫക്ട്സ് അല്ലെങ്കിൽ അതിനുള്ള എവിഡൻസസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന്. അതിനങ്ങനെ കൊസാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും കോസൽ റിലേഷൻഷിപ്പ് പറയുന്നുണ്ടോ എന്നുള്ള കാര്യം. രണ്ടാമത്, കാസർഗോഡ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും. മൂന്നാമത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ള കാര്യം. അതായത് ഈ റീഹാബിലിറ്റേഷൻ നടക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് എത്രത്തോളം ശാസ്ത്രം വരുന്നു എന്നുള്ളതാണ്. അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം കൂടിയാണ് അതിൻ്റെ അകത്ത്. അപ്പം എവിഡൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ട് ആർ വി ലുക്കിംഗ് ഫോർ എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് എൻഡോസൾഫാൻ തളിച്ച മേഖലയിൽ കുറച്ചധികം രോഗങ്ങൾ കാണുകയും ആ രോഗങ്ങൾ ഇപ്പുറം കാണാതിരിക്കുകയോ അല്ലെങ്കിൽ അത് മറ്റൊരു തോത് കൂടുകയോ ചെയ്തതുകൊണ്ട് മാത്രം എൻഡോസൾഫാൻ അതിൻ്റെ കാരണമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ദർ ആർ ഒരു ക്രൈറ്റീരിയ എന്ന് അതിന് പ്രത്യേകം പറയുന്നത്, എസ്റ്റാബ്ലിഷിംഗ് കൊസാലിറ്റി ഓർ എക്സ്പ്ലോറിംഗ് സയൻസ് ബിഹൈൻഡ് റിക്വയർസ് റാഷണൽ ഡിഡക്റ്റീവ് അനാലിസിസ് ഉണ്ട്. ഒരു ഫ്രെയിം വർക്ക് വെച്ചുകൊണ്ട്, ഒരു സയൻറ്റിഫിക് ഫ്രെയിം വർക്ക് വെച്ചുകൊണ്ട് ഒരു റാഷണൽ ഡിഡക്റ്റീവ് അനാലിസിസ് ആണ് ഈ സംഭവത്തിനകത്ത് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്രെയിം വർക്ക്സ് ഉണ്ട്. കൊസാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേവലം അസോസിയേഷൻ വെച്ചുകൊണ്ട് മാത്രമല്ല. ഒരു സ്ഥലത്ത് ഒന്നുണ്ട്, മറ്റൊരു സ്ഥലത്ത് കുറവാണ്, അല്ലെങ്കിൽ ഒന്ന് മാത്രം ഒരു കൊസാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. കൊസാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ദർ ഇസ് എ ക്രൈറ്റീരിയ. പല ഫ്രെയിം വർക്കുണ്ട്. ആൻഡ് വൈഡ്ലി ആക്സെപ്റ്റഡ് പബ്ലിക് ഹെൽത്തിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഈ ഹിൽസ് ക്രൈറ്റീരിയ എന്നുള്ളൊരു സാധനമാണ്. പിന്നെ വേറെ ഈ ടോക്സിക് കെമിക്കൽസിന് വേണ്ടി, പൊല്യൂട്ടൻസിന് വേണ്ടിയിട്ട് ഒരു സിറ്റിസൺസ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് EC ഗൈഡ്, US EPA ഇറക്കിയ ഗൈഡ്. ദർ ആർ മെനി അതർ വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് എ ഫ്രെയിം വർക്ക്. സോ ലെറ്റ്സ് സ്റ്റിക്ക് ഓൺ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹിൽസ് ക്രൈറ്റീരിയ. സോ വാട്ട് ഗോസ് ഇൻ ടു ദിസ് സ്റ്റഡി? ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ അകത്തോട്ടേക്ക് എന്തൊക്കെ പോകുന്നുള്ളതാണ്. അത് PCKയുടെ ബില്ലോ അല്ലെങ്കിൽ RT കൂടെ തന്നെ അപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടത്തിയ ഒരു സർവേയുടേതോ ഒന്നുമല്ല അതിൻ്റെ റിപ്പോർട്ട്. സെൻസസ് റിപ്പോർട്ടോ ഒന്നുമല്ല അതിൻ്റെ അകത്ത് പോവുക. വാട്ട് ഗോസ് ഇൻ ടു ഇസ് ഷുഡ് ബി സയൻറ്റിഫിക് സ്റ്റഡീസ്, പ്രിഫറബിളി പിയർ റിവ്യൂഡ് സയൻറ്റിഫിക് ജേർണൽസിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് വരേണ്ടത്. അല്ലെങ്കിൽ അതിനുവേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ബോഡീസ് അതുകുറിച്ച് പഠിക്കുന്ന, ആ വിഷയം പ്രത്യേകിച്ച് പഠിക്കുന്ന സാധനങ്ങളിൽ അതിൻ്റെ സ്റ്റഡീസാണ് കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ റെലവൻസ് ആയിട്ട് വരുന്നത്. സോ
നമ്മൾ അക്രോസ് ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ ഈ ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ ഏജൻറ്റ് അല്ലെങ്കിൽ ടോക്സിക് പൊല്യൂട്ടൻസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഏത് ടോക്സിക് കെമിക്കലായി കഴിഞ്ഞാലും നമ്മൾ എന്താണ് ചെയ്യുക? അതിൻ്റെ സ്റ്റഡീസ് ഒരിക്കലും നമ്മൾ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ അല്ല. അതായത് നിങ്ങളൊരു കുറച്ച് ആൾക്കാർക്ക് ഏത് ടോക്സിക്കോ അല്ല ഏതെങ്കിലും ഒരു ഇതിനും ബാധകമായിട്ടുള്ള സംഭവം, ഏതൊരു ഹാനികാരമായ സംഭവങ്ങളൊക്കെ എല്ലാം ഹസാർഡിനെല്ലാം ബാധകപ്പെട്ടാണ്. അതായത് കുറച്ച് ആൾക്കാർ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്ത് മറ്റുള്ളവർക്ക് കൺട്രോളായി വെച്ചുകൊണ്ടല്ല ചെയ്യാറ്. അങ്ങനെയല്ല ചെയ്യുക, അങ്ങനെയല്ല ചെയ്യാറില്ല. അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡ് ഒന്ന് ഒബ്സർവേഷൻ സ്റ്റഡീസ്, അതായത് സമാനമായ അവസ്ഥകളുണ്ടായ സ്ഥലങ്ങളിലും അവിടെയൊക്കെ നോക്കുന്ന ഒബ്സർവേഷണൽ പോപ്പുലേഷൻ സ്റ്റഡീസ്. രണ്ടാമത് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ്, അനിമൽ സ്റ്റഡീസ്. പലപ്പോഴും പല ലേഖനങ്ങളിൽ ഇതിനെതിർത്ത് എല്ലാ അനിമലിൽ മാത്രമേ പഠനങ്ങളുള്ളൂ, അനിമലിൽ മാത്രമേ ഇത് പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത്, അനിമലിൽ മാത്രമേ എക്സ്പെരിമെൻ്റലി പഠിക്കാൻ പറ്റുള്ളൂ, മനുഷ്യരിൽ പഠിക്കാൻ പറ്റുമോ? ബിക്കോസ് ദർ ആർ ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആണ് ഒരു ഓൾറെഡി എക്സ്പോസ്ഡ് പോപ്പുലേഷൻ എടുക്കുന്ന ഒബ്സർവേഷൻ സ്റ്റഡീസ് ആർ ഡൺ ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് ഇൻ ദിസ് റിഗാർഡ് ഓഫ് ടോക്സിക് കെമിക്കൽസ് ആർ ഡൺ ഇൻ അനിമൽസ്. അതുപോലെ ഡ്രഗ്സിനാകുമ്പം മനുഷ്യൻ്റെ മരുന്നുകൾക്ക് മനുഷ്യൻ്റെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നടക്കാനുണ്ടെങ്കിലും ടോക്സിക് കെമിക്കൽസ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നടത്താൻ പറ്റില്ല. ഇറ്റ് ഇസ് അൺഎത്തിക്കൽ. സോ വി ഹാവ് റിലേ അപ്പോൺ ദ ഒബ്സർവേഷൻ സ്റ്റഡീസ് ഇൻ peer reviewed journals and also looking at the experimental studies basically in animals and the way it is extrapolated. All the studies which are done in animals is not really extrapolatable to അല്ലെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഹ്യൂമനിലേക്ക് എങ്ങനെയാണ് അത് എഫക്റ്റ്. ദർ ആർ മെനി വേ ഓഫ് അസസിങ് ഇറ്റ്. ഇത് വെറുതെ ഇത് ഉണ്ടാക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ബുദ്ധിയില്ലാത്തവരല്ലല്ലോ. അവർ എങ്ങനെയാണിത് അഡൾട്ട്സിലേക്ക് അല്ലെങ്കിൽ അഡൾട്ട് മെന്നിലേക്കോ കുട്ടികളിലേക്കോ അല്ലെങ്കിൽ ഇത് ഈ സിമിലർ സ്ട്രക്ചറുള്ള ജീവികളിലേക്കോ മാറ്റാൻ വേണ്ടി പറ്റും. ഓരോ ഓർഗനും ഇപ്പോൾ നമ്മളൊരു ഹാർട്ടിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഇത് നമ്മൾ വാൾവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രീത്രയിൽ ചെയ്യുന്ന സമയത്ത് ആ വാൾവ് ഡെവലപ്പ് ചെയ്യേണ്ടി വാൾവ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന പന്നികളുടെ ഹൃദയത്തിൻ്റെ മുകളിലാണ് ഈശ്വരി ഇതിൻ്റെ പിഗ്സിൻ്റെ മുകളിലാണ് ഒക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പിഗിൻ്റെ ഹൃദയം കുരങ്ങൻ്റെ ഹൃദയത്തിൽ ചെയ്യുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് നമ്മൾ ആ ചോദ്യം ചോദിച്ചത് ഒരാൾ. അപ്പോൾ ദാറ്റ് ഈസ് ദ വേ ഹാർട്ട് എന്താണ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുക. സോ ദർ ആർ മെനി അതർ. സോ വെൻ യു എക്സ്ട്രാപോളേറ്റ് സ്റ്റഡി ടു എക്സ്പെരിമെൻ്റൽ ഓഫ് അനിമൽ ടു ഹ്യൂമൻ ബീങ് ദർ ആർ വേ ഓഫ് ഡൂയിങ് ദാറ്റ് ആൻഡ് ദാറ്റ് ഈസ് സയൻറ്റിഫിക്കലി എസ്റ്റാബ്ലിഷ്ഡ്. അല്ലാതെ അനിമൽ സ്റ്റഡീസ് എല്ലാം തള്ളിക്കളയാനുള്ളതല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് കസാലിറ്റി. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കസാലിറ്റി? ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കസാലിറ്റി വി ആർ ലുക്കിംഗ് അറ്റ് എന്ന് നോക്കണം. ഒന്ന് ടെമ്പറാലിറ്റി. ടെമ്പറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോസ്റ്റ് ഇഫക്റ്റ് അല്ലെ കോസ്റ്റ് ഇഫക്റ്റ് ഏതാണ് പ്രിസീഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ. അതായത് ഇപ്പോൾ ഒരു എൻഡോസൾഫാൻ തളിക്കുന്നതിന് മുമ്പ് ഒരു രോഗാവസ്ഥ അവിടെ ഉണ്ടായി, അല്ലെങ്കിൽ എൻഡോസൾഫാനായിട്ട് ബന്ധപ്പെടുത്താവുന്ന രോഗാവസ്ഥ തന്നെയാണ്, പക്ഷേ അത് എൻഡോസൾഫാൻ തളിക്കുന്ന മുമ്പേ തുടങ്ങിയ ഒരു അസുഖമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ബന്ധപ്പെടുത്താൻ പറ്റില്ല. കാരണം ടെമ്പർ റിലേഷൻഷിപ്പ് കോസ് ഉള്ളതിന് മുമ്പേ ഇഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി പറ്റില്ല. അതുകൂടാതെ ജിയോഗ്രഫിക്കലി അവിടെ തീരെ പ്രസൻറ്റ് അല്ലാത്ത ആൾക്കാർ, അപ്പോൾ അതിന് ജിയോഗ്രഫിക്കൽ ടെമ്പറാലിറ്റി, ദർ ആർ ടൈം ടെമ്പറാലിറ്റി ആൻഡ് ദർ ഇസ് ജിയോഗ്രഫിക്കൽ ടെമ്പറാലിറ്റി. ദാറ്റ് ഇസ് വാട്ട് ഇസ് ടെമ്പറാലിറ്റി. അതിൻ്റെ ഓരോയിലേക്ക് അസോസിയേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തളിച്ച സ്ഥലങ്ങളിൽ കൂടുതൽ അല്ലെങ്കിൽ തളിച്ച സ്ഥലങ്ങളുടെ രോഗാവസ്ഥ ചെറുപ്പത്തികളുടെ രോഗാവസ്ഥ കൂടുതൽ, മറ്റൊരു രോഗാവസ്ഥ കുറവ്, അപ്പോൾ അതിൻ്റെ അസോസിയേഷൻ തളിയും ഇതും തമ്മിലുള്ള അസോസിയേഷൻ ഇത് എന്നുള്ളതാണ് രണ്ടാമത്തേത്. സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ. വെൻ യു സേ ഓഫ് അസോസിയേഷൻ യു നീഡ് ടു നോട്ട് സ്ട്രെങ്ത്, ഇത് എത്ര കൂടുതലുള്ള എത്ര കുറവുള്ള എന്നുള്ളത്. ദാറ്റ് വെരി മച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രിവലൻസ് ഓഫ് ദ കണ്ടീഷൻ, ദ ഇൻസിഡൻസ് റേറ്റ് ഓഫ് ദ കണ്ടീഷൻ. അതിൻ്റെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് ഈ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ വരിക. വെൻ യു ദ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ നമ്മൾ നോക്കുന്നത് ഓഡ്സ് റേഷ്യോ, റിലേറ്റീവ് റിസ്ക് എന്നുള്ള കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ. that depends upon the studies. Not going to the details of that research methodology, but that is how we look at relative risk odds ratio വെച്ചാണ്. That is how many odds of getting a particular condition when compared to the normal population എന്ന് പറയുന്നത്. നാലാമത്തേത് consistency of association. Human beings biologically mostly I put it mostly is almost similar across the globe. So if an effect of this is having a consistency of association means അമേരിക്കയിൽ ഇതുപോലത്തെ എഫക്റ്റ് ഉണ്ട്, മറ്റേടത്ത് ഇതുപോലത്തെ എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഇതുപോലത്തെ എഫക്റ്റ് ഉണ്ട്, പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ഇവർക്ക് ഇത് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നതിൽ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അല്ലെങ്കിൽ തിരിച്ചെടുക്കാം. കാസർഗോഡ് സംഭവിച്ചു, പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമുണ്ട്. പഞ്ചാബിൽ കുറേ അധികം സ്പ്രേ ചെയ്തിട്ടുണ്ട്, പഞ്ചാബിൽ ആർക്കും ഒരു അസുഖമില്ലല്ലോ, പഞ്ചാബിലല്ലേ ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നത്, അതുപോലെ മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ, അവിടെ ഒന്നും അസുഖമില്ലല്ലോ എന്നുള്ള വാദങ്ങൾ ഞാൻ പലപ്പോഴും ഇവർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കണം, അവിടെ എന്താ നോക്കണം. അൺലെസ് യു ലുക്ക് ഇൻ ടു യു ഡോണ്ട് ഫൈൻഡ് ഇറ്റ്. നിങ്ങളവിടെ പോയി പരിശോധിച്ചിട്ട് അവിടുത്തെ എപ്പിഡമോളജിക്കൽ സർവേസ് നോക്കണം. അവിടെ നോക്കുമ്പോഴാണ് മനസ്സിലാവുക എന്താണ് അവിടെ അവസ്ഥ എന്നുള്ളത്. ബിക്കോസ് സംടൈംസ് ദ നോർമൽസി ഈസ് എസ്റ്റാബ്ലിഷ് ബിക്കോസ് ഓഫ് ദ ഷിയർ പ്രിവലൻസ്. നമ്മുടെ ഒരു എപ്പിഡമിക് ഫീൽ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് നമ്മുടെ എപ്പിഡമിക്കിൻ്റെ ഡെഫിനിഷൻ തന്നെ ഒബ്സർവ്ഡ് റാദർ ദാൻ നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും കൂടുതലായി കാണുന്നതിനാണ് നമ്മൾ എപ്പിഡമിക് എന്നുള്ള ഫീൽ പോലും നമുക്ക് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ നിപ്പയുടെ കോണ്ടെക്സ്റ്റിൽ പറയാം.
നമ്മൾ 2006 ചിക്കൻ ഗുനിയ വന്ന സമയത്ത് ചിക്കൻ ഗുനിയയുടെ കേസുകൾ ആദ്യ കേസുകൾ നമ്മൾ എപ്പിഡമിക് പ്രൊപ്പോഷനിൽ കാണും. ബിക്കോസ് യു ഡോണ്ട് എക്സ്പെക്ട് ചിക്കൻ ഗുനിയ യു ഡിഡ് നോട്ട് എക്സ്പെക്ട്. ബിക്കോസ് അതിൻ്റെ ഒരു എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ വന്നതിന് ശേഷം അതിൻ്റെ മൊത്തം വെക്ടറിൻ്റെ ട്രാൻസിഷൻ വന്നതിന് ശേഷം ഇറ്റ് വാസ് എ ന്യൂ തിങ് ടു അസ്. H1N1 similarly. When H1N1 came in the first time, then it was കുറച്ച് കേസ് ഉണ്ടാകുമ്പോൾ വളരെ then it became an endemic. അത് കോമൺ ആയിട്ടുള്ള അസുഖം. Now you look at the high riskൽ എത്ര വരുന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. Similarly, കുറേ കണ്ടീഷൻസ് ബിക്കം എൻഡമിക് ആയിട്ടുണ്ട്, എപ്പിഡമിക് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ when you see that in you don't expect Nipah here. Suddenly you see a Nipah case. Even if you see a indigenous malaria ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വളരെ കോമൺ ആയിട്ടുള്ള സാധനമാണ്. ഇൻഡിജിനസ് മലേറിയ കാണുന്ന സമയത്ത് യു ഫൈൻഡ് ഇറ്റ് ആസ് നമ്മുടെ SMO കോൺഫറൻസിലൊക്കെ റിവ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഡിജിനസ് മലേറിയ ഈസ് എ സീരിയസ് തിങ്. ബിക്കോസ് യു ഡോണ്ട് ഫൈൻഡ് ഇൻഡിജിനസ് മലേറിയ അധികം കാണത്തില്ല എന്നുള്ളത് കൊണ്ട്. സോ നമ്മൾ പഞ്ചാബിൽ എന്താണ് അവിടെ എന്താണെന്ന് നോക്കുമ്പോൾ യു നീഡ് ടു ലുക്ക് whether they have taken it as a normalcy or not എന്നുള്ളതാണ്. ഈവൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ദർ ഇസ് എ ക്യാപിറ്റൽ കോൾഡ് ക്യാൻസർ ക്യാപിറ്റൽ. ഇപ്പം ബറ്റിൻഡ മാൽവ പോലുള്ള സ്ഥലങ്ങളിൽ രൂക്ഷമായി പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ട്രെയിൻ പോകുന്ന ക്യാൻസർ ട്രെയിൻ എന്നൊക്കെ വിളിക്കുന്ന ട്രെയിൻ നടക്കുന്നുണ്ട്. ബേസിക്കലി ബിക്കോസ് ദ ഇൻസിഡൻസ് ഓഫ് ദാറ്റ് ഇസ് സോ ഹൈ ബട്ട് ദേ ഡോണ്ട് ഫീൽ ഇറ്റ് ആസ് എ എപ്പിഡമിക് ഓർ എപ്പിഡമിക് അലാമിംഗ് പ്രൊപ്പോർഷൻ ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ നോർമൽസി. സോ അത് പിന്നെ വരാം. ഫിഫ്ത്ത് തിങ് ഈസ് ഡോസ് റെസ്പോൺസ്. ദാറ്റ് when it comes to pesticides which is having what is called as POP, that is a persistent organic pollutants. So persistent organic pollutants in the criteria korachunde. So dose response is a pretty in a way kanni thing, because bioaccumulation nadakkunna tissue aanu nammal eduthu nokkunneങ്കിൽ the dose may be very high in that the particular tissue. If adipose tissue inde bioaccumulation nadakkunnundengil you take a piece of adipose tissue in a chronic exposed person eduthayinu shesham and you evaluate, you find that it is very high. എന്തുകൊണ്ട് ആൾ മരിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമില്ല. കാരണം ചില nuances അതിൻ്റെ അകത്തുണ്ട്. Then sixth and I think the most beautiful aspect of and the public health and I think the medical association establishment is that as causality establishment is the biological plausibility. It's called plausibility, it's not possibility. Biological plausibility എന്ന് പറയുന്നത് whether you can able to draw the line of how the mechanism of this causation is established. For example, if you find നമ്മളൊരു അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ഇവിടെ സാധനം വളരെ കൂടുതലാണ്, ഇവിടെ പ്രശ്നം വളരെ കൂടുതലാണെന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ പ്രശ്നം കൂടുതലാണ്, പക്ഷേ ഇതും ആ സംഭവം പെർട്ടിക്കുലർ സാധനവും തമ്മിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം അങ്ങനെ അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഡ്രോ എ കൈൻഡ് ഓഫ് ബയോളജിക്കൽ ഹൗ ദിസ് അഫക്റ്റ് എന്നുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഇവൻ വി സേ ദാറ്റ് ഇപ്പം ഓർഗാനിക് ഡിഫോമിറ്റി ബ്രെയിനിൽ ഓർഗാനിക് ഡിഫോമിറ്റി ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കും. So how do you say that? എന്ന് പറയുന്ന സമയത്ത് you need to know how it works. ഇപ്പം നമ്മൾ GABA neuro, then that's the science behind that is that endosulfan is a competitor inhibitor of GABA neurotransmitter and many other estrogen mimicking pesticides also do that and chemicals also do that. So there is a competitive inhibition of GABA neurotransmitter is there. So this what eventually leads is that this actually affects the development of anterior cortex basically. Appam adu there is science established behind that. So similarly for if you want to say that something causes this, that biological plausibility need also be established for the final thing. When I say all these things, don't relate it to the list of endosulfan victims. That's another thing. That's totally another thing. Just look into the public health aspect of that. I'm just detailing on that. And so let's go by step by step. That is first looking at what is called the first criteria. What I told is temporality, and the second we'll take it together: temporality and association. So with regard to human exposure, I heard a person ഇപ്പോൾ അടുത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആൾ പറയുന്നത് കേട്ടു, ഈ എൻഡോസൾഫാൻ തളിച്ചും കലക്കിയൊക്കെ ചെയ്തുകൊണ്ട് അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ. അഗെയിൻ ഐ സേ ലുക്ക് അറ്റ് ദം എന്നുള്ളത് ഇപ്പോൾ ഒരു പുതിയൊരു സമിതി, എന്താ അപമാന വിമോചന സമിതി എന്നിട്ട് ഒരു സമിതി ഉണ്ടല്ലോ, അവരുടെ ആദ്യത്തെ അന്ന് ഇവർ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കാൻ വേണ്ടി ജസ്റ്റിസ് രാമേന്ദ്രൻ സാറിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി മുമ്പാകെ ഈ സമിതി അന്നേ ഉണ്ട്, ഈ ഗംഗാധര നേരത്തിൽ അദ്ദേഹം ഉണ്ട്, പേരെടുത്ത് പറയുന്നതല്ല. അതിൻ്റെ അകത്ത് അവർ കൊടുത്ത ആ സമയത്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇങ്ങനൊരു പാക്കേജ് വരുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഗുണം കിട്ടേണ്ടത് പ്ലാന്റേഷൻ കോർപ്പറേഷനൊക്കെയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതാണ് ആദ്യം അവർ കൊടുത്ത റിക്വസ്റ്റ്. ഇഫ് യു ഡിബേറ്റ് ഓൺ ദാറ്റ് ഐ ക്യാൻ ആക്ച്വലി പ്രൊഡ്യൂസ് ദാറ്റ്. ആ ഡോക്യുമെൻറ്റ് കാസർഗോഡ് നിന്ന് പഴയ ഫയലുകൾ തപ്പി എടുക്കണമെന്നേ ഉള്ളൂ. ഈ അപമാന സമിതി സമർപ്പിച്ച ആദ്യത്തെ ആ പേര് ഞാൻ ആദ്യം കാണുന്നത് അവർ രാമേന്ദ്രൻ കമ്മിറ്റി കൊടുത്തൊരു പേപ്പറിൻ്റെ അകത്താണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അകത്തുള്ളവർക്കാണ് കൂടുതൽ പ്രശ്നമുള്ളത്. ആ പ്രശ്നമുള്ളവരെ പാക്കേജിൽ പ്രത്യേകം പരിഗണിക്കണമെന്നുള്ളതാണ്. ആ സമയത്ത് ഒരു അപമാനം ആ സമയത്ത് തോന്നിയിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം. അതുപോട്ടെ, അതിൻ്റെ ഞാൻ ലെറ്റ് മീ കോൺസെൻട്രേറ്റ് ഓൺ ദ സയൻസ് ഓഫ് ദാറ്റ്. സോ ഒക്യുപ്പേഷണൽ എക്സ്പോഷർ, occupational assessment of ഇപ്പം നമ്മുടെ EPR US EPR റിപ്പോർട്ട് 2007 പറയുന്നത് occupational assessment of endosulfan indicators for mixers, loaders, applicators for the majority of users even with maximum personal protective equipments. മാക്സിമം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിട്ട് പോലും അവർക്കുള്ള എക്സ്പോഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവർക്ക് ഒക്യുപ്പേഷണൽ ഹസാർഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് റിക്വയർമെൻറ്റ്? അവിടെ USA റിക്വയർമെൻറ്റ് അനുസരിച്ചാണെങ്കിൽ അതിൻ്റെ കെമിക്കൽ റെസിസ്റ്റൻറ്റ് ഫുട്വെയർ, ഗ്ലൗസ്, ഹെഡ് ഗിയർ, റെസ്പിറേറ്റർ ഇതെല്ലാം വെച്ചിട്ടും അത് ഹസാർഡാണെന്ന് പറയുന്നു. നമ്മളിവിടെ സ്പ്രേ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കൈ കൊണ്ട് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുകയോ ചെയ്യുന്നു. സോ വി ആർ എക്സ്പോസിങ് അവർ ഫാമേഴ്സ് ടു എ ഹൈ റിസ്ക്. ദാറ്റ് ഈസ് സംതിങ്. അപ്പോൾ അത് എന്നിട്ട് അവർക്ക് രോഗം ഉണ്ടാവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ലേബറിനകത്ത് രോഗം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. സോ വെൻ യു ഡോണ്ട് ഹാവ് ദ ഡാറ്റ, യു ഡോണ്ട് എക്സ്പ്ലോർ ഇറ്റ്, ഡോണ്ട് ആർഗ്യൂ ഓൺ ദാറ്റ്. ദെൻ നോൺ ഒക്യുപ്പേഷണൽ എക്സ്പോഷർ. That's it's a very common. Occupational exposure is among people, but non-occupational exposure basically which through food and water. This is a very common thing actually. ഇപ്പം ഫ്രൂട്ട്സിലായാലും വെജിറ്റബിൾസിലായാലും ഫിഷിൽ മീറ്റിലായി കഴിഞ്ഞാലും ഒക്യുപ്പേഷണൽ എക്സ്പോഷർ നോൺ ഒക്യുപ്പേഷണൽ എക്സ്പോഷർ കാര്യമായിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഹാസ് മച്ച് ടു ഡു വിത്ത് മാക്സിമം റെസിഡ്യൂവൽ ലിമിറ്റ്, അതൊക്കെ ഉണ്ട്. ഈ if you look at many international recently കുറച്ച് നാളെ മുമ്പ് when I was in ഞാനിക്ക് ജപ്പാനിൽ ഒരു ട്രെയിനിങ്ങിന് പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് we were entering a room. At that time the person who was sitting in the room actually told us don't enter, and she actually took അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പ്രസൻറ്റേഷൻ ബേസിക്കലി സയൻറ്റിഫിക് ആയതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്, ബട്ട് ജസ്റ്റ് ടു നോ വേർ വി സ്റ്റാൻഡ് ഇൻ ഓൾ ദീസ് തിങ്സ്. ഒരു കവറിൻ്റെ അകത്ത്, ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് ഒരു ഫ്രൂട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, വി ഹാവ് എ സാമ്പിൾ ഓഫ് സസ്പെക്റ്റഡ് pesticide poisoning. Then we asked that what is that? Then they said that it's above MRL, maximum residual limit. So the funny part is that when we say it's അല്ലെങ്കിൽ MRL-നേക്കാളും കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സോ കോമൺ ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ വി ആർഗ്യൂ ദാറ്റ് നമ്മളിതൊക്കെ കഴിക്കുന്നില്ല, നമുക്കൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് യു ഡോണ്ട് കെയർ അബൌട്ട് യുവർ ഹെൽത്ത്. ദാറ്റ് അത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ സയൻസ് ബിഹൈൻഡ് ദാറ്റ് ഈസ് വീക്ക്. മാക്സിമം റെസിഡ്യൂ ലിമിറ്റിനേക്കാളും കൂടുതൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ അപ്പോഴൊന്നും സംഭവിക്കുന്നില്ലല്ലോ പറയുന്നതിൽ അർത്ഥമില്ല. സോ ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഹൗ യു കെയർ അബൌട്ട് പബ്ലിക് ഹെൽത്ത് ഇൻ എ സിറ്റുവേഷൻ. സോ മേക്കിംഗ് ഫൺ ഓഫ് വാട്ട് ഈസ് മാക്സിമം റെസിഡ്യൂ ലിമിറ്റ് ആൻഡ് അതിന് കൂടുതൽ കഴിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കും. ദാറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് എഫക്റ്റ്. സോ അതുകൊണ്ടാണല്ലോ ലോകത്തൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹെൽത്തിന്, ഇന്ത്യക്കാരുടെ ഹെൽത്തിന് പ്രത്യേകിച്ച് വിലക്കുറവ് ഉണ്ടെന്ന് കരുതുന്നവർ മാത്രമേ അതിനെ നിസ്സാരവൽക്കരിക്കുള്ളൂ. പിന്നെ എൻഡോസൾഫാൻ ഡ്രിങ്കിങ് വാട്ടറിനകത്ത് കണ്ട് ഇഷ്ടംപോലെ പഠനമുണ്ട്. ആ പഠനം നിങ്ങൾക്ക് ഇഷ്ടംപോലെ, ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ എന്തിനാ ഈ ഓരോ സ്ഥലങ്ങളിലും നടത്തിയ പഠനങ്ങളുടെ അതിന് ശാസ്ത്രവിദ്യാർത്ഥികൾക്ക് എന്തായാലും അറിയാൻ പറ്റും. ഈ ബൗമാൻ എറ്റാൽ 2002 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗമാൻ എന്ന ആൾ 2002 പഠിച്ചത്. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് എന്തൊക്കെ പഠിച്ചതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഓൾ അവൈലബിൾ ഓൺ ഇൻ്റർനെറ്റ്. പിന്നെ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഫ്യൂ ഓഫ് ദ കെമിക്കൽസ്. അതായത് ഈസ്ട്രോജൻ മിമിക് ചെയ്യുന്ന പല കെമിക്കലും അങ്ങനെ ചെയ്യാറുണ്ട്. പ്ലാസൻ്റൽ ബാരിയർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻയൂട്രോ പ്ലാസൻ്റൽ ബാരിയർ ക്രോസ് ചെയ്തിട്ട് കുട്ടികളിലെത്താനുള്ള ഇത് പ്ലാസൻ്റൽ ബാരിയർ മറുപിള്ളയിലൂടെ ക്രോസ് ചെയ്ത് കുട്ടിയിലെത്താനുള്ള പറ്റാവുന്ന ഒരു പെസ്റ്റിസൈഡാണ് എൻഡോസൾഫാൻ. ദീസ് ഈസ് ദ സ്റ്റഡീസ് ഓൺ ദാറ്റ്. കൂടാതെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ അകത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പെസ്റ്റിസൈഡാണ്. ദാറ്റ് ഈസ് ദർ ആർ സ്റ്റഡീസ് ഓൺ ദാറ്റ്. യു ക്യാൻ ആക്ച്വലി റെഫർ ദാറ്റ്. അത് വെച്ച് ഇതൊക്കെ പുറത്ത് നടത്തിയാലും ഇന്ത്യയിൽ എവിടെ വെച്ചാൽ ഇന്ത്യയിലുണ്ട് ഇഷ്ടംപോലെ പഠനങ്ങൾ. അതിൻ്റെ അകത്ത് ഓർഗനോക്ലോണിക് ഓർഗനോഫോർസ് പെസ്റ്റിസൈഡ്സ് റെസിഡ്യൂസ് ഇൻ ബ്രസ്റ്റ് മിൽക്ക് ഇൻ ഭോപ്പാൽ മധ്യപ്രദേശിൽ നടത്തി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ. ഇവർ ഇപ്പം ഒരാൾ പറയുന്നത് വെച്ചാൽ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിന് മൊത്തം ഇതല്ലെങ്കിൽ ആരോഗ്യ ഡോക്ടർമാർക്ക് എല്ലാം ഇതെന്തോ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സംവിധാനം ഉണ്ടോ എന്നൊരു ഡയലോഗ് കിട്ടും. അപ്പം IITയിലെ ഒരു ടീം ചെയ്തതാണ് കാൺപൂരിലെ. ദേ ഹാവ് ആക്ച്വലി ഇവാലുവേറ്റഡ് ഓൺ നമ്മളിതിൻ്റെ അക്യുമുലേഷൻ. സോ
through breast milk, infants consume 8.6 times more endosulfan and 4.1 times more malathion than average daily intake levels recommended by WHO. This is very serious. അന്ന് പഠനം നടത്തിയപ്പം 2003 പഠനം നടത്തിയപ്പം ബ്രസ്റ്റ് മിൽക്കിൻ്റെ അകത്ത് ഇൻഫൻസ് കൺസ്യൂം 8.6 ടൈംസ് മോർ എൻഡോസൾഫാനും 4.1 ഇരട്ടി മലത്തിയോണും WHO പറഞ്ഞിരിക്കുന്ന ലെവലിനേക്കാളും എടുക്കുന്നു. ഇഫ് ദിറ്റ് ഈസ് നോട്ട് അലാമിംഗ് ഫോർ യു ദെൻ ഐ സീരിയസ്ലി സസ്പെക്ട് യുവർ കമ്മിറ്റ്മെൻറ്റ് ഫോർ ദാറ്റ്. ദെൻ റിസ്ക്. അപ്പോൾ സോ ഒറ്റയടിക്ക് എക്സ്പോഷർ ഉണ്ടായി. ഈ എക്സ്പോഷറിൻ്റെ കാര്യത്തെ കുറിച്ചിട്ട് പറയാ വെച്ചാൽ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതിൻ്റെ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു നീഡ് ടു നോ വാട്ട് ഈസ് റിസ്ക് കോസ്ഡ് ബൈ സംതിങ്. There are two types of risk. One is aggregate risk and the other is cumulative risk. Aggregate risk എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിസ്ക് അസോസിയേറ്റ് വിത്ത് ഓൾ ഇപ്പം ഒരു പോപ്പുലേഷനെ ഒരു പെസ്റ്റിസൈഡ് വെച്ച് കുറേ കാലം എക്സ്പോസ് ചെയ്യുന്ന സംവിധാനം കാസർഗോഡ് പ്രായോഗികമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇത് വളരെ പ്രസക്തിയുണ്ട്. കാരണം എപ്പോഴും പെസ്റ്റിസൈഡ് കമ്പനികളും പെസ്റ്റിസൈഡിൻ്റെ ലോബികളും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡിന് കുറ്റം ഇപ്പം when you look in Punjab, what happens is there is a cocktail of pesticide used. So what happens is that you cannot actually say that this is associated with this or these things. You don't have an observation. The moment you say that കുറേ പെസ്റ്റിസൈഡ് എങ്ങനെ നമ്മുടേതാണെന്ന് പറയും എന്നുള്ളൊരു നമ്പർ തിരുവെടുക്കാറുണ്ട്. അതുകൊണ്ട് കാസർഗോഡിനെ സംബന്ധിച്ചുള്ള വേറൊരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലത്ത് ഈ എൻഡോസൾഫാനാണ് കാര്യമായിട്ട് ഉപയോഗിച്ചത്. അതല്ലെന്ന് വരുത്തിയിരുത്താൻ കുറേ പരിശ്രമം നടക്കുന്നതും അതാണ് കാര്യമായിട്ട് ഉപയോഗിച്ച് അതിനെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ടുണ്ട്. ഐ വിൽ കമ്മിറ്റ് ടു ദാറ്റ്. ക്യുമുലേറ്റീവ് റിസ്ക് എന്തുവാ? അതാണ് പ്രായോഗിക ജീവിതത്തിൽ നടക്കുന്ന ക്യുമുലേറ്റീവ് റിസ്ക്. കാരണം പല സമാനമായിട്ടുള്ള കെമിക്കൽസ് ഇപ്പോൾ EDCs എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് കുറേ ഉണ്ട്. ആ കെമിക്കൽസിൻ്റെ എല്ലാവരുടെയും ഒരു എന്താ പറയുക ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് അത് റിസ്ക് ചെയ്യും. ആൻഡ് ഐ മസ്റ്റ് സേ ദാറ്റ് വൈൽ ഐ സേ ദാറ്റ് ഇതിന് മറ്റൊരു വർഷമുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ എടുക്കുന്നവന്നെ എല്ലാ കെമിക്കലും പ്രശ്നമാണ്, എല്ലാത്തിനും മരുന്നും പ്രശ്നമാണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതല്ല പറയുന്നത് കേട്ടോ. സയൻസ് ഹാസ് ഇവോൾവ് ത്രൂ എ പ്രോസസ് ഇൻ വിച്ച് യു നീഡ് ടു ലുക്ക് ഇൻ ഓരോ സംഭവത്തിൻ്റെയും ടോക്സിറ്റി പ്രൊഫൈലും ഓരോ സംഭവത്തിൻ്റെയും തെറാപ്യൂട്ടിക് യൂസേജിൻ്റെ ലിമിറ്റും ഓരോ സംഭവത്തിൻ്റെയും റിസ്ക്കും മാക്സിമം റെസിഡ്യൂ ലിമിറ്റും എല്ലാം അസസ് ചെയ്ത് ദർ ഇസ് എ ക്വൈറ്റ് ലോട്ട് ഓഫ് സ്റ്റഡീസ്, ക്വൈറ്റ് ലോട്ട് ഓഫ് സയൻറ്റിഫിക് വർക്ക് ഹാപ്പൻഡ് ഇൻ ദിസ് നമ്മുടെ കെമിക്കൽ സംബന്ധിച്ച്. സോ ഒരു കീമോഫോബിയ രീതിയിലുള്ള സാധനം ഉണ്ടാകുന്ന രീതി വെച്ചാൽ ഇപ്പം കെമിക്കൽസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഐ ഡോണ്ട് മീൻ ദറ്റ് ഓൾ കെമിക്കൽസ് എന്നല്ല അതിൻ്റെ കേട്ടാ. ഓർഗനോക്ലോറിൻ പെസ്റ്റിസൈഡ്സ് എന്ന് എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദർ ഈസ് സംതിങ് കോൾഡ് എ POPRC, അതായത് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് റിവ്യൂ കമ്മിറ്റി എന്നിട്ട് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ആണ് ഈ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. അത് WHO ഇതിൻ്റെ UN കീഴിലുള്ള ഒരു കമ്മിറ്റിയാണ്. UNEP കീഴിലുള്ള കമ്മിറ്റിയാണ്. പ്രത്യേകിച്ച് സ്റ്റോക്ക്ഹോം കൺവെൻഷനായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് POPRC വാലുവേറ്റ് ചെയ്യുന്നത് ദേ ലുക്ക് ഇൻ ടു ദ ത്രഷോൾഡ് ഓഫ് എവിഡൻസസ്. അതാണ് ത്രഷോൾഡ് ഓഫ് എവിഡൻസസ് നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു തീരുമാനം എടുക്കുന്നത്. സോ വെൻ ഐ സേ ദാറ്റ് ഓർഗനോക്ലോറിൻസും മറ്റേ റിസ്ക്കും അസസ്മെൻറ്റ് ഇത് പറയുമ്പോൾ ഈ സെൻറ്റൻസ് പറയും മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനം പ്രശ്നമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും അകത്ത് ഓൺ ദ പ്രൊട്ടക്ട്സ് ദാറ്റ് നമ്മൾ കീമോഫോബിയ ഒരു വശത്തും മറ്റേ സമയത്ത് വാട്ട് ഷുഡ് ഐ കോൾ കൈൻഡ് ഓഫ് എ കീമോഫീലിയ മറ്റൊരു വശത്തും ഉണ്ട്. കാരണം വെൻ യു സേ ഓഫ് പ്ലാസ്റ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ പ്ലാസ്റ്റിക്സിനോട് നിങ്ങൾക്ക് എന്താ വിരോധം എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഉള്ളൊരു ചോദ്യമാണ് മറ്റൊരു വശത്തുള്ളത്. സോ just understand I am limiting these two identified chemicals which are harmful. That is here the context is only with regard to organochlorine pesticide, that is especially which is banned by the Stockholm Convention and included in the Annex A. This cumulative poisoning happened. It can happen by soil, it can happen by air, it can happen by soil, air, groundwater, surface water, many other ways of entering, and through animals and many other routes. There is with regard to bioaccumulating pesticides. So let's come to what that was the context of that is the association. ഓരോന്നെടുത്തെടുത്ത് പറയാം. When I said that ടെമ്പറാലിറ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിയ സമയത്ത് ഇത് സമാനമായിട്ടുള്ള എക്സ്പോഷറുള്ള സംവിധാനങ്ങളും പല ലോകത്തെ പല സ്ഥലങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ എൻഡോസൾഫാൻ്റെ കോൺസെൻട്രേഷൻ റിപ്പോർട്ട് ചെയ്തിട്ട് അത് വളരെ ഗൗരവമായിട്ട് കണ്ടിട്ടുമുണ്ട്. കാസർഗോഡ് എന്താണ് സംഭവിച്ചത്? കാസർഗോഡിന് 3 പ്ലാന്റേഷൻസ് എസ്റ്റേറ്റ്സ് ആണ് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ കീഴിലുള്ളത്. കാസർഗോഡ്, രാജപുരം, ചീമേനി. ഈ പ്ലാന്റേഷൻസ് നിൽക്കുന്ന പഞ്ചായത്ത് കുബ്രാജ, ബദിയടുക്ക, വെള്ളൂർ, കള്ളാറ്, മുടിയാറ്, അജാനൂർ, കള്ളാറ്, പനത്തടി, കാറെടുക്കാം,
മുകളിൽ പുല്ലൂർ പെരിയ കയ്യൂർ ചീമേനി ഇത്തരം സ്ഥലങ്ങളിലാണ് പ്ലാന്റേഷൻ ഫിസിക്കലി സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു വിഷയമാണ്. അപ്പം നമുക്ക് എന്താണ് ഇത് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 1978 തൊട്ട് 2001 വരെ സ്പ്രേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്പ്രേയിങ് പ്രാക്ടിക്കലി നിർത്തി. അപ്പോൾ ആ സമയത്ത് സ്പ്രേ ചെയ്തത് സംബന്ധിച്ച് നമ്മൾ എന്താ എടുക്കുക? ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്താ എടുക്കുക? പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ബില്ലല്ല എടുക്കുക. എന്താ എടുക്കുക? ദിസ് ഹാസ് ബീൻ 2001 വെൻ ദ ഇഷ്യൂ വാസ് സോ ലൈവ് അറ്റ് ദാറ്റ് ടൈം. അച്യുതൻ കമ്മിറ്റി, ഗവൺമെൻറ് അപ്പയുടെ കമ്മിറ്റി, അച്യുതൻ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. കേരള ശാസ്ത്രായത്ത പരിഷത്ത് അവിടെ പഠനം നടത്തി. അങ്ങനെ പല സംവിധാനങ്ങളും അവിടെ 2001 നടത്തിയ ഒരു പഠനങ്ങളും അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ട്, ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഉണ്ടാക്കി. ആൻഡ് അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ട് വാസ് നോട്ട് അച്യുതൻ സാർ മാത്രമായിരുന്നില്ല അതിൻ്റെ അകത്തുള്ള. ഇറ്റ്സ് എ കമ്മിറ്റി വിച്ച് വാസ് ഇൻവോൾവ് ലോട്ട് ഓഫ് സയൻറ്റിഫിക് എക്സ്പേർട്സ് ഓൾസോ. അപ്പം ഇൻക്ലൂഡിങ് അഗ്രികൾച്ചർ സ്പെഷ്യലിസ്റ്റ് സാർ. അപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ ആശ്രയിക്കുകയാണല്ലോ വേണ്ടത്. അല്ലാതെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തരുന്നോ അന്നത്തെ തൽപര കക്ഷികളുടെ സംഭാഷണമോ അല്ല അതിൻ്റെ അകത്തുള്ള ഇത്. അതിൻ്റെ ബില്ലോ ഒന്നും അല്ല ഇത്. കാരണം ദാറ്റ് അഗെയിൻ ക്യാൻ ബി റീപ്രൊഡ്യൂസ് ഓർ ക്യാൻ ബി മോഡിഫൈഡ്. So what the document we relied upon to look at the exposure, to look at the way it was sprayed, is that the document, I think the only document which can be reliable is the Achutan Committee report of 2001, which was not debated which was not actually objected at that time. Adu mattoru karyam. And I will come to the details of that, which is funny. The committee observes that the Achutan Committee it was clear that the spraying was done in a very casual manner without any technically qualified person under PCK's employment. All functionaries of district panchayat, gram panchayats have testified that necessary rules of the air spraying were not observed. Reports alleged that poisoning have begun in appear in newspaper in 1979 തൊട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പത്രങ്ങളിൽ വന്നു എന്നുള്ള കാര്യങ്ങളും ആദ്യം അത് കുറേ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കുറേ എന്തൊക്കെയോ വിഷയമാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഒരു പാറ്റേൺ എടുത്ത് കാണുകയൊക്കെ ചെയ്തു. ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞത്, the corporation has conducted air spraying without taking proper precautionary measures and the spraying was conducted not within the stipulated period for which the permission was granted. ഇന്ന് വാദിക്കുന്ന ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസൾഫാൻ കമ്പനികൾക്ക് വേണ്ടിയിട്ടും പി സിക്ക് വേണ്ടി വാദിക്കുന്നവർ അല്ലെങ്കിൽ എൻഡോസൾഫാനെ ബെയിൽ ഔട്ട് ചെയ്യാൻ വാദിക്കുന്ന പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പ്രേ ചെയ്തിട്ടില്ല, ആ സമയത്ത് പോലും സ്പ്രേ ചെയ്തിട്ടില്ല, വല്ലപ്പോഴും ഒന്ന് സ്പ്രേ ചെയ്താലായിട്ടുള്ളൂ, അത് വളരെ കുറച്ച് സ്പ്രേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ യു സീ ദാറ്റ് ദ കളക്ടർ അറ്റ് ദാറ്റ് ടൈം പറഞ്ഞത് ഇതെല്ലാം ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ടെസ്റ്റിമോണിയൽസ് എടുത്തിട്ടാണ് ചെയ്തത്. സോ എനിവേ ദേ വിൽ ബി ഹാവിംഗ് ദ ടെസ്റ്റിമോണിയൽസ് ഓഫ് വാട്ട് ദേ സെഡ് ആൻഡ് ദാറ്റ് ആൻഡ് ദ റെസ്പോൺസിബിൾ ഷുഡ് ബി റെസ്പോൺസിബിൾ വെൻ യു ഷെയർ ടു കമ്മിറ്റി ആയിരുന്നു. ചുമ്മാ ഒരു ആർട്ടിക്കൽ എഴുതുന്ന പോലെ അല്ല. ദെൻ the collector has stated that the procedure of monitoring the effects of spraying are being ascertained. This evidently means that there was no mechanism to monitor the effect at the district admission level. പിന്നെ ഈവൻ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പെസ്റ്റിസൈഡ് മാനുഫാക്ചറിംഗ് ഫോർമേറ്റ് അസോസിയേഷൻ അത് നോക്കണേ. അതായത് നാളെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറഞ്ഞാൽ പെസ്റ്റിസൈഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഫോർമുലേറ്റേഴ്സ് അസോസിയേഷൻ പോലും പറഞ്ഞത് എൻഡോസൾഫാൻ കണ്ടിന്യൂസ് ആയി ഈ പറഞ്ഞ പോലെ രീതിയിൽ ഉപയോഗിക്കാനുള്ളതല്ല എന്ന്. എന്നിട്ട് ചിലവർ പറയുന്നത് വെച്ചാൽ എൻഡോസൾഫാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, അവിടെ പ്രശ്നം ഉണ്ടായിട്ടില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പെസ്റ്റിസൈഡ് മാനുഫാക്ചറിംഗ് കമ്മിറ്റി. പിന്നെ രസകരമായ സംഭവം, ഇന്ന് ഈ വിമോചന സമിതി അപമാന വിമോചന സമിതിയും മറ്റേ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് പ്രധാനമായിട്ടും ടെക്നിക്കൽ സപ്പോർട്ട് എന്ന രീതിയിൽ കൊടുക്കുന്നത് ഡോക്ടർ കെ എം ശ്രീകുമാർ. ഐ ഡോണ്ട് ലൈക്ക് ടു മെൻഷൻ നെയിംസ്, ബട്ട് പ്രോബ്ലം ഈസ് ദാറ്റ് എൻ്റെ പേരുകൾ അവിടെ പരാമർശിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഇതിൽ മാത്രമല്ല, ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ സയൻസ് ഈസ് ഗെറ്റിംഗ് അതെന്താ പറയുക to be literally the intellectual dishonesty of a so-called scientist എന്ന് പറയുന്നത്. ഡോക്ടർ കെ എം ശ്രീകുമാർ എന്താണ് അന്ന് ഇതിൽ പറഞ്ഞത്, കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞത്, ദിസ് ഇസ് എ ഡോക്യുമെൻറ്റ്, ദിസ് ഇസ് എ വെരി ക്ലിയർ ഡോക്യുമെൻറ്റ്. അതിൻ്റെ അകത്ത് ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഒബ്സർവ് ചെയ്തതിന് മാത്രമല്ല, ഞാൻ അതിൻ്റെ സംഭവം വായിക്കാൻ വേണ്ടി ഇതുണ്ട്. ഡോക്ടർ കെ എം ശ്രീകുമാർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫ് എൻഡോമോളജി അറ്റ് ദാറ്റ് ടൈം, കോളേജ് ഓഫ് അഗ്രികൾച്ചർ പടന്നക്കാട്, has the information that PCK Limited has started covering of wells only from 1986. It is not possible to cover the tanks and streams in that area. In Chimeni, there were local protests in 1990. Dr. Srikumar was associated with the health survey conducted in 1998-99 by KSSP. As that study, Endosulfan പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞ സ്റ്റഡിയാണെന്ന് കൂടി ഓർക്കണം. In the survey conducted by KSSP, in Padre and Chimeni, serious health problems have been seen in Padre, but in Chimeni the problems were of smaller dimension because Padre ആണ് ഏറ്റവും കോമൺ സാധനം മനസ്സിലാക്കേണ്ടത്, അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പ്രേ അടിച്ചിട്ടുള്ളത്. During the spraying,
those who are inside the houses do not have problems of headache and giddiness, and those who are exposed had problems. ഇത് ശ്രീകുമാർ KM ശ്രീകുമാർ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞതാണ്. The plantation laborers also had similar problems. He also stated that PCK Limited advised the local people not to stir out of the houses for 10 to 12 days after the spray, but this condition is impossible to be observed. The local people who go out for work and children have to attend the schools. Dr. Srikumar stated that height restriction regarding the spraying is not observed by the helicopters. This was exactly the statement I am reading out from the report which KM Srikumar said to the Achyutan Committee report in 2001. 2001-ന് ശേഷം അവിടെ കാസർഗോഡ് എൻഡോസൾഫാൻ സ്പ്രേ ചെയ്യുകയോ അതിനെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. ദെൻ വാട്ട് മേഡ് ഹിം ചേഞ്ച് ആഫ്റ്റർ 18 years അല്ലെങ്കിൽ ആഫ്റ്റർ മെനി ഇയേഴ്സ് saying that അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. Then he either what he said to what he done in KSSP study or what he had stated to the Achyutan Committee report is dishonest and ഇത് അത് അങ്ങനെ അത് ആ സമയത്തുള്ള ആ സംഭവത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അതിന് ശേഷമായിരിക്കും കൂടുതൽ അദ്ദേഹം അഭിപ്രായം മാറ്റുക. വാട്ട് ഈസ് സെയിങ് KSSPയുടെ സ്റ്റഡിയും മറ്റു സാധനമാണ്, പിന്നെ അഭിപ്രായമില്ലല്ലോ. ആ അഭിപ്രായം മാറ്റുക എന്നല്ല. ദെൻ വൈ ഹി ചേഞ്ച് ഹിസ് നിലപാട് അതാണ് അന്വേഷിക്കേണ്ടത്. ആൻഡ് ഐ എക്സാക്ട്ലി യൂസ് ദാറ്റ് ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ഇന്റലക്ച്വൽ ഡിസ്ഹോണസ്റ്റി ടു ബി ഫ്രാങ്ക്. സോ വാട്ട് വാസ് ദ കമ്മിറ്റി? അപ്പോൾ അച്യുതൻ കമ്മിറ്റിയുടെ ഫൈനൽ കൺക്ലൂഷൻ എന്താ? The undulating nature of the land and presence of a large number of water bodies and human habitation in the area near the plantations make the area unsuitable for aerial spraying of pesticide. 1. The protocol of aerial spraying of pesticide was not strictly followed by PCK. 3. The same pesticides was repeatedly used for 2 decades against the recommended practice of rotating different pesticides, and this was said by Pesticide Manufacturers Format Association also. They said that it should not be used. There was no arrangement to see whether the protocol was followed or monitored. There is a widespread complaint that local people the area spraying of endosulfan. അതായിരുന്നു അന്ന് പറഞ്ഞത്. By 1990s ഹെൽത്ത് ഡിസോർഡേഴ്സ് ഒക്കെ എങ്ങനെ വന്നു എന്നൊക്കെ പറയുന്നു. 1990s ഇപ്പം YS മോഹൻകുമാർ സാറിന് ഇതിൽ കുറേ കാര്യം പറയാനുണ്ട്. YS മോഹൻകുമാർ സാർ എന്താണ് സജസ്റ്റ് ചെയ്തത്? വാട്ട് യു സേ മേ നോട്ട് ബി വാട്ട് ഹിസ് യു നീഡ് ടു നോ ഹൗ ദ സയൻസിൻ്റെ ഇവല്യൂഷനിലൊരു രസം എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആക്ച്വലി സ്റ്റാർട്ട് ഫ്രോം ഒബ്സർവേഷൻ. Then observation leads to a kind of a scientific or epidemiological evaluations, and maybe in a long term run ഒരു വലിയൊരു എന്താ എവിഡൻസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് എവിഡൻസ് ബിൽഡിങ്ങിൻ്റെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് സ്റ്റാർട്ട് ഫ്രോം ഒബ്സർവേഷൻ. YS മോഹൻകുമാർ സാറിൻ്റെ പല തരത്തിൽ എൻഡോസൾഫാൻ കമ്പനികളുടെ ആൾക്കാരും പെസ്റ്റിസൈഡ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആൾക്കാരെല്ലാം വളരെയധികം അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഇങ്ങനെ കണ്ടു എന്നല്ല. വാട്ട് എന്താ അദ്ദേഹം ഒബ്സർവ് ചെയ്ത് ഈസ് വെരി വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോക്ടർ ആ സമയത്ത് കാണുന്ന ഒരു സാധനമാണ്. വാട്ട് ഈസ് ദാറ്റ് ഹി ബൈ പ്രാക്ടീസിങ് ദർ he found something which is unnaturally and unnatural, but ഒരു ഡോക്ടർ ഇരിക്കുന്ന സമയത്ത് he was working somewhere else and he came to here and there is a change in there is a kind of a pattern being he observed. അതായത് ചില കണ്ടീഷൻസ് കൂടുതലായി കണ്ടുവരുന്നുള്ള കാര്യങ്ങൾ വരികയും അത് ഒരു ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു ഡൗൺ ടു എർത്തിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. that we don't consider it as kind of an observational study or something like that. It's a way things actually is flagged out, അത്രേ ഉള്ളൂ. അത് മാത്രമേ അതിൻ്റെ അകത്ത് പ്രസക്തിയുള്ളൂ. but that is very important. Actually, it's a very important thing actually what he did. Then CSE വന്നു. Again CSEയുടെ സ്റ്റഡിക്കകത്ത് if you ask me it is a very ഇപ്പം peer reviewed scientific journals publish രീതിയിൽ പഠനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. Then why I put it here is that just to show that there were studies in regard, and most of the criticism against that also is in a way ഒരു ഫണ്ണി ആയിട്ടുള്ള സാധനം. ഇപ്പോൾ അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ അകത്ത് എന്താ നമ്മൾ കുറേ അധികം പെസ്റ്റിസൈഡ് അക്യുമുലേഷൻ കണ്ടു. അത് വലിയ പ്രശ്നം. ഇതെന്താ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ ടിഷ്യൂ ഫാറ്റ് ടിഷ്യൂവിൻ്റെ അകത്തൊക്കെ 500 mRL ഇത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോത്തില്ലേ ചോദിച്ചാൽ അതൊക്കെ വിഡിത്തമാണ്. എന്നുവെച്ചാൽ അതെങ്ങനെയാണ് ബയോ അക്യുമുലേഷൻ നടത്തുന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. സോ ബയോ അക്യുമുലേഷനിലൊരു കോൺസെൻട്രേഷൻ ഇത് കോൺസെൻട്രേറ്റ് ദാറ്റ് ഡസ് നോട്ട് ആക്ച്വലി റിഫ്ലക്ട് അറ്റ് അതിൻ്റെ പ്ലാസ്മ ലെവലോ സിറം ലെവലോ അല്ല റിഫ്ലക്ട് ചെയ്യുന്നത്. നോട്ട് ഈവൻ അതിൻ്റെ പാർട്സ് പെർ മില്യൺ നോക്കിയാൽ. So I am not I really don't take these studies for the evidence building. That's just an introduction of flagging out of the cases. So but CSE study ൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ what relevant is that MR ലിമിറ്റിലേക്കാണ് ഇത് കുറേ കണ്ടു. NIOH study.
അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഇതിൻ്റെ പഠനങ്ങൾ ലഭ്യമാക്കണം, പഠിക്കേണ്ട ആവശ്യമുണ്ട്, ഇതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങളില്ല, എൻഡോസൾഫാൻ അല്ല പ്രശ്നം, എൻഡോസൾഫാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല, അങ്ങനെ ഉണ്ടോ എന്നറിയില്ല എന്നൊക്കെ വിഷയങ്ങൾ വന്ന സമയത്ത് ഇന്ത്യയിൽ ആരാണത് പഠിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനം? ഏറ്റവും ആധികാരികമായിട്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ആണല്ലോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൻ്റെ കീഴിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് ഒരു സംവിധാനമുണ്ട്. അവരാണ് ഇത് പഠിക്കാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ. അവർ ഈ വിഷയം പഠിച്ചു. നിങ്ങൾ ഈ പഠനങ്ങളില്ല ആ വിഷയം ഇത് പഠിച്ചു. എന്താണ് ചെയ്തത്? ഇൻവെസ്റ്റിഗേഷൻ ഓഫ് അൺയൂസ്ഡ് ഇൽനെസസ് അലജഡ്ലി അങ്ങനെയാണ് പറയുന്നത്, അലജഡ്ലി പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോസൾഫാൻ എക്സ്പോഷൻ പദ്രെ വില്ലേജിന് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ എന്നുള്ള കാര്യമാണ് പഠിച്ചത്. അവരുടെ കൺക്ലൂഷൻ എന്താ? ആൻഡ് ദിസ് വാസ് ഡൺ ബൈ വൺ ഓഫ് ദ ഫ്യൂ നല്ല സയൻറ്റിഫിക് ടെമ്പറുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കുറേ ആൾക്കാരെ പഠിച്ചു. ആൻഡ് ഐ ഹാഡ് എൻ ഓപ്പർച്യൂണിറ്റി ഹാവ് എ വേർഡ് വിത്ത് ദം ആഫ്റ്റർ മെനി ഇയേഴ്സ് ആക്ച്വലി. ഈ സമയത്ത് ഞാൻ MBBS പഠിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ 2002 എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡ് ഇയർ ആയിരുന്നു. ഓക്കെ, സോ കൺക്ലൂഷൻ ബൈ NIOH is that there is significantly higher prevalence of neurobehavioral disorders, congenital malformation in female subjects and abnormalities related to male reproductive system in study group, that's Padre village, when compared to the reference group. ആ പോപ്പുലേഷൻ്റെ അതേ സമാന പോപ്പുലേഷൻ്റെ അകത്തൊരു റെഫറൻസ് ഗ്രൂപ്പ് അവരെടുത്തു. ഒബ്വിയസ്ലി ഇത് സ്റ്റഡി വാസ് റിപ്പോർട്ടഡ് ബൈ ദ പെസ്റ്റിസൈഡ് കമ്പനി ആൻഡ് ദെയർഫോർ ഇത് അവർ അതിനെ റിജക്റ്റ് ചെയ്തു. ദെൻ വൺ പാർട്ട് ഓഫ് ദാറ്റ് ആക്ച്വലി പബ്ലിഷ്ഡ് ഇൻ EPA, Environment Health Perspective. It's a good journal actually. Environmental Health Perspective is a peer-reviewed journal. ICMR ഈ പഠനം പബ്ലിഷ് ചെയ്തു ബേസ്ഡ് ഓൺ SMR, സെക്ഷൽ മെച്യൂരിറ്റി റേറ്റിംഗ് സംബന്ധിച്ചൊരു സാധനത്തിൽ ടാനർ സ്റ്റേജസ് എന്നുള്ളത് ചെയ്തിട്ട് എൻഡോസൾഫാൻ എക്സ്പോഷൻ മെയിൽ ചിൽഡ്രൻ മേ ഡിലേ സെക്ഷൽ മെച്യൂരിറ്റി ആൻഡ് ഇൻ്റർഫിയർ സെക്സ് ഹോർമോൺ സിന്തസിസ് എന്നുള്ള സാധനം 2003 ഇവർ പബ്ലിഷ് ചെയ്തു എൻവയോൺമെൻറ്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ. അപ്പോൾ അത് ഒരു പാർട്ട് ഓഫ് അത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പാർട്ടാണ് അവരെടുത്തിട്ട് ഒരു പ്രത്യേകമായിട്ട് പബ്ലിഷ് ചെയ്ത് സ്വാഭാവികമായിട്ട് ഭയങ്കരമായിട്ട് അത് കമ്പനികൾ അതിനെ റെസിസ്റ്റ് ചെയ്തു. സോ അതുണ്ടാകുന്ന സോമ സ്റ്റഡി. അപ്പോൾ 2002 ICMRൻ്റെ പഠനത്തിന് ശേഷം 2010 വരെ അതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആസ്പെക്ട്സിനെ കുറിച്ച് ചർച്ചകൾ കുറവായിരുന്നു. 2010 ഈ പ്രശ്നം വീണ്ടും വരികയും ആദ്യത്തെ പഠനങ്ങൾ ശരിയല്ല എന്നുള്ളതും രണ്ടാമത് ഇവാലുവേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ രണ്ടാമതും പഠിച്ചു. അത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിച്ചത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നല്ല സയൻറ്റിഫിക് ടെമ്പറുള്ള ജയകൃഷ്ണൻ സാറെ പോലുള്ള ജയകൃഷ്ണൻ സാറാണ് ഇത് മെയിനായിട്ട് പഠിച്ചത്. ഡോക്ടർ ജയകൃഷ്ണൻ സാറും പിന്നെ തോമസ് ബീനാമയുടെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു സംഘമാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചത്. അപ്പോൾ അത് അവർ ഫൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇഫക്ട്സ് ഇൻക്ലൂഡിംഗ് ഇൻഫെർട്ടിലിറ്റി, പ്രിക്കോഷൻസ്, പ്യൂബർട്ടി, അബോർഷൻ, ഇൻഡോട്രിനിയസ്, സ്റ്റിൽ ബർത്ത് ഇൻഡോട്രിയസ് വർ ഫൗണ്ട് സിഗ്നിഫിക്കൻ്റ് ഹയർ ഇൻ ദ സ്റ്റഡി പേപ്പർ. സിഗ്നിഫിക്കൻ്റ് ഹയർ വെരി റെലവൻറ്റ് പോയിന്റ് ആയിട്ടാണ്. ഇത് പല ടേബിൾസ് എടുത്തിട്ട് ഇത് മറ്റടുത്ത് 2 കൂടുതലാണ് 3 കൂടുതലാണെന്ന് പറയുന്നത് അതല്ല. സിഗ്നിഫിക്കൻ്റ് ഹയർ ആൻഡ് സിഗ്നിഫിക്കൻ്റ് ഹയർ ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ അതിൻ്റെ ഇൻസിഡൻസ് റേറ്റും പിന്നെ എന്താ പറയുക പ്രിവലൻസും അതിൽ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സിഗ്നിഫിക്കൻ്റ്ലി ഹയർ എന്ന് പറയുന്ന സാധനം വരിക. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ. ഇപ്പം നമ്മളെ ഇഫ് യു സീ ഇപ്പം നമ്മളെ ജലദോഷം കാസർഗോഡ് ജില്ലയിൽ 1,00,000 പേർക്കും കണ്ണൂർ ജില്ലയിൽ 1,20,000 പേർക്കുണ്ടെങ്കിൽ പോലും നമ്മൾ പറയുക കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയേക്കാളും ചാൻസ് കണ്ണൂർ ജില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ അതായത് കാസർഗോഡ് ജില്ലയിൽ 1,00,000 പേർക്കും കണ്ണൂർ ജില്ലയിൽ 1,10,000 പേർക്കും ആയിരിക്കും. അതുകൊണ്ട് ജലദോഷം കണ്ണൂർ ജില്ലയിൽ കൂടുതലാണ് എന്ന് പറയില്ല. കാരണം ദർ ഈസ് എ പ്രോബ്ലം വിത്ത് ദാറ്റ്. കാരണം ദാറ്റ്സ് എ സോ പ്രിവലൻറ്റ് തിങ്. അതേസമയം ഇഫ് യു സേ സംതിങ് ഇപ്പം നിപ്പ എപ്പിഡമിക് കോഴിക്കോട് ഒരു കേസ് നിപ്പ റിപ്പോർട്ട് ചെയ്ത സമയത്ത് വി സീ ദാറ്റ് ദർ ഇസ് എൻ എപ്പിഡമിക് ഓഫ് നിപ്പ ഇൻ കോഴിക്കോട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ഡോണ്ട് സീ ദ പ്രിവലൻസ് അതർവൈസ് ദ പ്രിവലൻസ് ഇസ് 0 എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ so many things depends on significantly higher has got many things to do with that. So when you look at the data, look at the tables, understand what it says. ജയകൃഷ്ണൻ സാറേയും തോമസ് ബീനാമയുടെയും പോലുള്ള കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പ്രൊഫസർമാർ ആ സംഭവങ്ങൾ എഴുതുന്ന സമയത്ത് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ആക്ച്വലി ഇറ്റ് മീൻസ്. അല്ലാതെ അതിനെ അവഹേളിക്കാൻ വേണ്ടി നിൽക്കുകയല്ല വേണ്ടത്. അപ്പോൾ എമംഗ് യൂത്ത് പോപ്പുലേഷൻ റേറ്റ് ഓഫ് സർജറി ഓഫ് ഹാർട്ട് ഡിസീസ്, ഹെർണിയ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് വാസ് ദ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഡാറ്റ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്റ്റഡീൻ്റെ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കി അതിൻ്റെ അബ്രിഡ്ജ് വേർഷൻ കൊടുത്തു. അപ്പോൾ അതിൽ സിഗ്നിഫിക്കൻറ്റ് പോയിന്റ്സ് വെച്ചിട്ട് അതിൻ്റെ അബ്രിഡ്ജ് വേർഷൻ ഉണ്ടാക്കി. ദെൻ അഗെയിൻ ദീസ് പീപ്പിൾ കെയിം അഗെയിൻസ്റ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്റ്റഡിയെക്കുറിച്ച് അഗെയിൻസ്റ്റ് വന്നു. അതും പറ്റില്ല എന്ന് പറഞ്ഞു.
ഓക്കെ ദെൻ ദീസ് കെയിം ഇൻ ടു സുപ്രീം കോടതിയിലേക്ക് വന്ന സമയത്ത് സുപ്രീം കോടതിയിൽ ഇതേ ആർഗ്യുമെന്റ് വെച്ചു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് നടത്തിയ പഠനം, ICMR നടത്തിയ പഠനം, ഇവരെല്ലാം തട്ടിപ്പാണ്, ഇവർക്കൊന്നും ശാസ്ത്രം അറിഞ്ഞുകൂടാ, ഈ ഡോക്ടർമാരുടെ വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് പബ്ലിക് ഹെൽത്ത് പഠിച്ചവരും ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ച് പറഞ്ഞാലും തെറ്റാണെന്ന് പറഞ്ഞിട്ട് എഗെയിൻ ദീസ് കമ്പനി പീപ്പിൾ ആൻഡ് ദി സോ കോൾഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്, ഈ അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ്, അഭിനവ ആരോഗ്യ വിദഗ്ധർ എന്ന രീതിയിൽ അവരെല്ലാം കൂടി വീണ്ടും പരാതിപ്പെട്ടു. കമ്പനികൾ അത് വാദിച്ചു സുപ്രീം കോടതി അപ്പോയിൻറ്റഡ് കമ്മിറ്റി. ബിക്കോസ് സുപ്രീം കോടതി ഇന്നവേ കേന്ദ്ര അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഈ സംഭവം ശരിയല്ല എന്ന് വാദിക്കാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇപ്രാവശ്യം ചെയ്തത് ICMR ICAR ജോയിൻറ്റ് കമ്മിറ്റി ഉണ്ടായി. ഇനി ആർക്കും തർക്കം വേണ്ട, ഇനി മെഡിക്കൽ ഭാഗം പഠിക്കട്ടെ, അഗ്രികൾച്ചർ ഭാഗം പഠിക്കട്ടെ, ICMR ICAR ജോയിൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കി. ആൻഡ് ദേ ഡിഡ് എ ലോട്ട് ഓഫ് സ്റ്റഡീസ്. അവർ കുറേ സാധനം ഇവാലുവേറ്റ് ചെയ്ത് സെക്കൻഡറി ഡാറ്റ അനാലിസിസ് നടത്തി. ദെൻ ദേ ടുക്ക് ദ റോ ഡാറ്റ ഫ്രം ദ ICMR വാട്ട് ദേ ഓൾറെഡി ഹാവ് ആൻഡ് ദ ഡാറ്റ ഫ്രം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ജയകൃഷ്ണൻ സാർ ഹാഡ് ടു ഡിഫെൻഡ്. അവിടെ പോയിട്ട് ആ സ്റ്റഡീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. ആൻഡ് വെൻ ICMR ആസ്ക്ഡ് ദാറ്റ്, അതിൽ വളരെ കൃത്യമായിട്ട് അവർ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ദെൻ ദേ കെയിം ഔട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻവോൾവ് ചെയ്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് എന്താ 2012 അവരതിനെ ഈ റോ ഡാറ്റ വെച്ചിട്ട് അനാലിസ് ചെയ്തു. ആൻഡ് ദാറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ഒബ്സർവേഷൻ അതിനകത്ത് വന്നത്. പ്രധാനമായിട്ട് ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കുന്നത്, ദ പ്രിവലൻസ് ഓഫ് കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് എമംഗ് ദ സ്കൂൾ ചിൽഡ്രൻ എബൌട്ട് 12 years of age ബിഫോർ ബാൻ ഓഫ് എൻഡോസൾഫാൻ സ്പ്രേ എന്ന് തന്നെ ഇട്ടിട്ട് വാസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ഇൻ ദ അഫക്റ്റഡ് ഏരിയ വെൻ കമ്പയർഡ് ടു ദ കൺട്രോൾ ഏരിയ. Compared to NIOS study, the congenital malformations come from 4.6 to 2.2 in the affected area and 2.4 to 1.4 in the non-control area. അപ്പം എന്താ കൺട്രോൾ ഏരിയയിലും കുറച്ചുണ്ടല്ലോ തളിച്ച് നിർത്തിയതിന് ശേഷം, ബട്ട് സീ ദ പെർസെൻറ്റേജ്. അപ്പം കൺട്രോൾ ഏരിയയിലും കുറച്ചുണ്ട് ബിക്കോസ് കൺട്രോൾസ് പ്രാക്ടിക്കലി അബ്സല്യൂട്ട് കൺട്രോൾസ് എടുക്കാൻ പറ്റില്ല. ദ അതർ തിങ് ഈസ് ദാറ്റ് അബ്സല്യൂട്ട് കൺട്രോൾസ് ആയിരുന്നില്ല എന്നുള്ളത്. And the other thing is that there is a kind of a trickling down effect, അതുപോലത്തെ effect because when the things change. And the other thing, there are many other factors which also may have changed. But barring all these things, see that the paragraphs which is relevant in here is that the prevalence of congenital abnormalities, അത് ജനിതക വൈകല്യങ്ങളുടെ തോത് എൻഡോസൾഫാൻ തളിച്ചതിന് ശേഷം കാര്യമായിട്ട് കുറഞ്ഞു എന്നുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവാലുവേറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ആർക്കും കാലിക്കറ്റ് ICMR, ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ച്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊന്നും പറഞ്ഞാൽ പോരാ എന്നാണ് പറയുന്നത്. പോട്ടെ, അത് ആര് പറഞ്ഞാലും അത് തൃപ്തരാവില്ല. കാരണം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ മറുപടി അവർക്കുള്ളതല്ല എന്നുള്ളത് കാര്യം മനസ്സിലാക്കാറ്. ഇനി ICMR ICAR ജോയിൻറ്റ് കമ്മിറ്റി എന്താക്കി, അതിനകത്ത് ഫൈനൽ റിപ്പോർട്ട് വന്നു. ഫൈനൽ റിപ്പോർട്ട് എന്താ, അതിന് ഓരോന്നിൻ്റെയും പാരഗ്രാഫ് വൈസ് ഉണ്ട്. അവർ കമ്മിറ്റിയുടെ റെസ്പോൺസ് എന്തായിരുന്നു. കമ്മിറ്റി ഒബ്സർവ്ഡ് ദാറ്റ് എൻഡോസൾഫാൻ ഹാസ് ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ഹസാർഡ് ബയോളജിക്കൽ ഇഫക്ട്സ് റിലേറ്റഡ് ടു എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ, കാർസിനോജെനിസിറ്റി. എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ വെച്ചാൽ നമ്മുടെ ഗ്രന്ഥികളുടെ പ്രവർത്തനം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വരുമ്പോൾ. പിന്നെ കാർസിനോജെനിസിറ്റി, ക്യാൻസർ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി. കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് എന്നാൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യം. റീപ്രൊഡക്റ്റീവ് ആൻഡ് ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റീസ്. ഇതെല്ലാം എൻഡോസൾഫാൻ ഇതൊക്കെ കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഫക്ട്സ് റിലേറ്റ് ചെയ്യുന്ന ബയോളജിക്കലി റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന കണ്ടീഷൻസ് ആണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദ പബ്ലിഷ്ഡ് ലിറ്ററേച്ചർ വാസ് സെർച്ച് ടു ലുക്ക് ഇൻ ഇഫക്ട്സ് ഓഫ് അതർ രജിസ്റ്റേർഡ് പെസ്റ്റിസൈഡ്സ് നോക്കി. എന്നിട്ട് കണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല റിലവൻ്റാണ്. 13 തൊട്ട് 35% രജിസ്റ്റേർഡ് പെസ്റ്റിസൈഡിനും സമാനമായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ആയിട്ടോ ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ട്. ആൻഡ് ദിസ് വാസ് വെരി മച്ച്, അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര എല്ലാവർക്കും മീൻസ് കമ്പനിയുടെ ആൾക്കാർ സന്തോഷം കണ്ട. ഈ 13 to 35% വരെയുള്ള മറ്റ് പെസ്റ്റിസൈഡിനും ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, പിന്നെ നമ്മൾ മാത്രം ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് യു ക്യാൻ റീഡ് ഇൻ ദ അതർ വേ ഓൾസോ. 65% തൊട്ട് 87% പെസ്റ്റിസൈഡും സേഫാണ്. ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ സേഫാണെന്ന് കൂടി പറഞ്ഞുകൂടെ. 13 to 30% ഇതുപോലെ പ്രശ്നമോ അല്ലെങ്കിൽ അതിനേക്കാളും പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ തിരിച്ച് വായിച്ചാൽ എങ്ങനെയാണ് 65% 87% വരെ പെസ്റ്റിസൈഡ്സ് ഇതിനേക്കാളും സേഫ് ആണെന്നല്ലേ മനസ്സിലാക്കുന്നത്. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കാവിയേറ്റ്, ഇറ്റ്സ് എ വേ ഹൗ യു പ്രസൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള. So in a way you can say that it falls in the top 13% of hazardous pesticides in India, which obviously had to be banned. Then അവിടെ ഇപ്പോൾ കാലിക്കറ്റ് ഇവിടെ നടന്ന പഠനങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് നമ്മുടെ ഈ മെഡിക്കൽ പഠനങ്ങൾ എന്ന് പറയുന്നത് അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഞാൻ കമ്മിറ്റി റിപ്പോർട്ടോ ഇത് YS മോഹൻ കുമാർ സാറിൻ്റെ റിപ്പോർട്ടോ അല്ലെങ്കിൽ CSEൻ്റെ റിപ്പോർട്ടോ ഒന്നും റിലേ ചെയ്യുന്നില്ല. എന്താ കാലിക്കറ്റ് മെഡിക്കോളിൻ്റെ സ്റ്റഡി, NIOHൻ്റെ സ്റ്റഡി, NIOH പബ്ലിഷ് ചെയ്ത അതായത് ICMR EPL പബ്ലിഷ് ചെയ്ത
environmental health perspective publish ചെയ്ത സ്റ്റഡി ദെൻ കംസ് കാലിക്കറ്റ് മെഡിക്കോളിൻ്റെ സ്റ്റഡി. കാലിക്കറ്റ് മെഡിക്കോളിൻ്റെ സ്റ്റഡിയെ തുടർന്ന് ഈ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചും ഒരുമിച്ച് നടത്തിയ പഠനങ്ങൾ, അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റിപ്പോർട്ട്, ഇതൊക്കെയാണ് കോട്ട് ചെയ്ത് ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ഇതെല്ലാം മെഡിക്കൽ എക്സ്പേർട്സ് ഉണ്ടാക്കിയ മെഡിക്കൽ എക്സ്പേർട്സ് മാത്രമല്ല, രണ്ടാമത് അഗ്രികൾച്ചർ എക്സ്പേർട്സ് അടക്കം വരുന്ന ICR ജോയിൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് പറഞ്ഞത്. അതിനകത്ത് എൻഡോസൾഫാൻ ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് എപ്പിഡെമോളജിക്കലി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇതിലെ നേരത്തെ ഒരു ഭാഗം എടുത്തിട്ട് പബ്ലിഷ് ചെയ്തല്ലോ, അതുപോലെ ഈ ATK റാവു എന്നുള്ള നമ്മുടെ ഈ കമ്മിറ്റിയിലെ ഹീസ് എ പീഡിയാട്രിഷ്യൻ ടു മൈ നോളജ് ആണെന്ന് തോന്നുന്നു. ATK റാവു സാർ ഈ ഒരു ഭാഗം പബ്ലിഷ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസൾഫാൻ എക്സ്പോഷർ ഉണ്ടായ കുട്ടികളുടെ അകത്തുള്ള ബോൺ മാരോ റെസിഡ്യൂസ് പരിശോധിച്ചിട്ട് അതിൻ്റെയും പിന്നെ നോർമൽ അല്ലെങ്കിൽ നോട്ട് എൻഡോസൾഫാൻ എക്സ്പോസ്ഡ് കേസസിനും പരിശോധിച്ചതിന് ശേഷം ഒരു കേസ് കൺട്രോൾ സ്റ്റഡി നടത്തിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് odds of hematological malignancy for children with endosulfan in bone marrow to those with no endosulfan in bone marrow is 7.5. 7.5 odds ratio എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ സിഗരറ്റ് സ്മോക്കേഴ്സും നോൺ സ്മോക്കേഴ്സും തമ്മിലുള്ള ഓഡ്സ് ഒരു എന്താ പറയുക, കുറേ അധികം സ്റ്റഡീസിൽ പല ഓഡ്സാണ് കാണിക്കുന്നത്. ബട്ട് വൺ ഓഫ് ദ വൈഡ്ലി ആക്സെപ്റ്റഡ് ഓഡ്സ് റേഷ്യോ ഇസ് 3.5 to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്നവരും സിഗരറ്റ് വലിക്കാത്തവരും തമ്മിൽ ലങ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് 4 ഇരട്ടിയാണ് എന്നാണ് പ്രധാനമായിട്ടും ഒരു പ്രധാന സ്റ്റഡിയുള്ളത്. ആൻഡ് ഹിയർ എന്താ ഓഡ്സ് റേഷ്യോ പറഞ്ഞാൽ 7.5 ആണ്. സോ ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസി in exposure to endosulfan and finding endosulfan bone marrow associated with 7.5 times the odds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 times higher risk ആണ് endosulfan exposed ആൾക്കാർക്ക്. So when we say that smoking causes cancer, we also need to say that endosulfan causes cancer. Then consistency of and strength of association. സോ ഞാൻ പറഞ്ഞ ആദ്യം നമ്മൾ ടെമ്പറാലിറ്റി ആൻഡ് അസോസിയേഷൻ പറഞ്ഞു. ഇനി 2 പ്രധാന കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാസർഗോഡേക്ക് സംഭവിച്ചെന്ന് പറയുന്നു, നേരത്തെ ചോദിച്ച ചോദ്യം വേറെ നാട്ടിലൊന്നും സംഭവിച്ചിട്ടില്ലോ, അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഒരു ഐവൻ കെനഡി എന്നായിട്ട് പറഞ്ഞൊരു ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നേ. അയാളും ഒരു ദിവസം ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നിട്ടൊരു AB സാർ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അവർ അവിടെ ഐവൻ കെനഡിയുടെ ഇതെടുക്കുകയും നമ്മുടെ ഇപ്പം ഞാനും ജയകുമാർ സർ കുറേ ആൾക്കാരുടെ റിമാർക്സ് എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ കോൺട്രവേഴ്സിൻ്റെ അകത്ത് അവർ പറഞ്ഞു വെച്ചാൽ കേരളത്തിൽ വളരെ കുറച്ച് പെസ്റ്റിസൈഡ് അടിച്ചിട്ടുള്ളൂ, മറ്റു സ്ഥലങ്ങളിൽ അടിച്ചാൽ അവർക്ക് ഒരു പ്രശ്നമില്ല, പിന്നെ ഇവർ വെറുതെ ഉണ്ടാക്കുന്നതാണെന്നുള്ള ഒരു സ്ഥിരം അയാളും തള്ളിയിരുന്നു. അത് ഐവൻ കെനഡി അഗെയിൻ ഇസ് എൻ അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ്, ഒബ്വിയസ്ലി നോട്ട് എ മെഡിക്കൽ എക്സ്പെർട്ട്. പിന്നെ സോ കൺസിസ്റ്റൻസി ഓഫ് അസോസിയേഷൻ നമ്മൾ എന്താ നോക്കട്ടെ. ഒക്കറൻസ് ഓഫ് സിമിലർ ഇൻസിഡൻസ് ഈ പാസ്റ്റിലായൊരു സിമിലർ ഒക്കറൻസ് ഇൻ അതർ ഏരിയാസ്, പിന്നെ പ്രസൻസ് പിന്നെ കോറോബറേറ്റിംഗ് എവിഡൻസ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിന് പ്രധാനമായിട്ട് നോക്കുന്നത് സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ നോക്കുമ്പോൾ ഓഡ്സ് റേഷ്യോ, റിലേറ്റീവ് റിസ്ക് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് കൈൻഡ് ഓഫ് സ്റ്റഡി യു. ഇപ്പോൾ ഓഡ്സ് കൊഹോട്ടാണോ അല്ല ഇതാണോ കേസ് കൺട്രോൾ ആണോ, എന്ത് തരത്തിലുള്ള ഒബ്സർവേഷൻ സ്റ്റഡിയാണോ അത് വെച്ചാണ് അത് ഡിഫർ ചെയ്യുക. So one beautiful study which we found is again done by NIOH in published in 2004 is with regard to മധ്യപ്രദേശിൻ്റെ അകത്ത് ജബൽപൂരിൻ്റെ അകത്ത് റിപ്പീറ്റ് ആയിട്ടുള്ള കൺവൽസീവ് ഇൽനെസ്സിനെ കുറിച്ചുള്ള ഒരു കൺവൽസീവ് ഇൽനെസ് കാര്യമായിട്ട് വരുന്നു. ഈ 3 വീക്സ് ഒരു 3 വീക്സോളം പീരീഡിൽ കൺവൽസീവ് ഇൽനെസ് വന്നു. അതിൻ്റെ കോസ് അനാലിസിസ് നടത്തി, വൈറസിന് നോക്കി, പല സാധനങ്ങൾ നോക്കി, ഒല്ല് നോക്കി. അവസാനത്തെ ഫൗണ്ട് ഈസ് ദാറ്റ് കണ്ടാമിനേഷൻ ഓഫ് വീറ്റ് ഗ്രെയിൻ ഫ്ലോർ വിത്ത് എൻഡോസൾഫാൻ. അതായത് എൻഡോസൾഫാൻ നേരത്തെ സ്റ്റോർ ചെയ്തിരുന്ന സംഭവത്തിൽ കൃത്യമായിട്ട് വാഷ് ചെയ്യാതെ വീറ്റ് ഗ്രെയിൻ സ്റ്റോർ ചെയ്ത സ്ഥലത്താണ് അത് ഈ ഇതുണ്ടായെന്നുള്ള കാര്യം അവർ പഠനത്തോട് തെളിഞ്ഞു. ബിക്കോസ് ഐ സേ ദ എൻഡോസൾ പോയിസണിങ് പല സ്ഥലം നടന്ന കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് സബക്യൂട്ട് എക്സ്പോഷർ, നോട്ട് എ കണ്ടിന്യൂസ് ഓർ ക്രോണിക് എക്സ്പോഷർ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സബക്യൂട്ട് എക്സ്പോഷർ. പിന്നെ ട്രൈബ്യൂണൽ പബ്ലിഷ് ചെയ്ത ഒരു കാര്യം, അപ്പോൾ അന്ന് ഈ ABC ന്യൂസുകാരനെ അന്ന് ഈ ഒരു സംഭവം പഞ്ചാബിലേക്ക് പോകാമെന്നുണ്ട്. പഞ്ചാബിലേക്ക് പോയി. പഞ്ചാബിലെ മാൽവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാൽ തോന്നുന്നു അവരെന്നെ വിളിച്ചു. മാൽവ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചവർ പറഞ്ഞു, എന്താ ഡോക്ടർ പറഞ്ഞ കറക്റ്റാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടുന്ന് അങ്ങോട്ട് ബറ്റിൻ്റെ ഒരു മാൽവ ട്രെയിനിന് വിളിക്കുന്നത് ക്യാൻസർ ട്രെയിൻ, ബിക്കോസ് ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ ഇസ് സോ ഹൈ. ബട്ട് പീപ്പിൾ ഡോണ്ട് അത് പറഞ്ഞ് വെൻ യു ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിഡെമോളജിയുടെ സംഭവമാണ്. ഇറ്റ് ഇസ് നോർമലൈസ്ഡ്, യു ഫൈൻഡ് ഇറ്റ് ആസ് ഒരു ഇത് എന്താ അതിൻ്റെ കോസസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പറഞ്ഞു. സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് സ്റ്റഡീസ് ഓൺ ഇൻ പഞ്ചാബ് ഇറ്റ് സെൽഫ്. ഇപ്പം മാൽവയിലും ബറ്റിൻ്റെയിലും അല്ലെങ്കിൽ പഞ്ചാബിലെ ആ മേഖലയ്ക്കകത്തും ഇത് സംബന്ധിച്ച് കുറച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ കോക്ടെയിൽ ഓഫ് പെസ്റ്റിസൈഡ്സ് ആയതുകൊണ്ട് യു കനോട്ട് ആക്ച്വലി സിംഗിൾ ഔട്ട് എ കൈൻഡ് ഓഫ് തിങ്. ദാറ്റ്സ് അനദർ ട്രിക്ക് ഓഫ് പീപ്പിൾ ഡൂയിങ് ദാറ്റ്.
അപ്പോൾ സ്റ്റഡി നടത്തിയത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് എർത്ത് സയൻസസ് നടത്തിയ പഠനത്തിനകത്ത് what they found is a sharp increase in many pesticide-related diseases such as mental retardation and respiratory reproductive disorders. They found it in 2014. There's a study. Another study is done by postgraduates. PJ Institute Medical Science. It's Chandigarh PJ Institute. They have done a study on pesticide poisoning and potentials. All these are available. You can actually take the full. It's published in 2009. Then another study which is published in done by again Rohtakile PJ Institute ചെയ്ത പഠനം that is in 1998 with regard to that is endosulfan. It's actually a chlorodyne derivative എന്ന രീതിയിലാണ് പഠനം നടത്തിയത്. That is endosulfan, eldrin, dieldrin, toxaphene, heptachlorellam അതിൻ്റെ ഇതിൽ വരുന്നതായിരിക്കണം. പിന്നെ preterm delivery associated ചെയ്ത condition was done by TGB Hospital, University of Delhi ചെയ്ത 2010 ചെയ്ത പഠനമുണ്ട്. That is OCP, that organochlorine pesticides associated with preterm delivery and increased oxidative stress. Then maternal resistance near agricultural pesticides. This is one of the one of the best beautiful study എന്ന് പറയുന്നത് ഈ 2007 എൻവയോൺമെൻറ്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവ് പബ്ലിഷ് ചെയ്ത യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ USA നടത്തിയൊരു പഠനമുണ്ട്. ആൻഡ് അവിടെ അതാണ് എൻ്റെ ഇത്. They actually found that autism spectrum disorder ഒരു പോപ്പുലേഷനിൽ കൂടുതലായിട്ട് ഒരു സംഭവം കണ്ടെത്തിയതേക്ക്. ബട്ട് ദേ ഹാവ് ആക്ച്വലി came out 249 യൂണിക് ഹൈപ്പോത്തസിസ്. ദേ ഡിഡ് നോട്ട് ജസ്റ്റ് സേ ദാറ്റ് ഐ എം ലുക്കിംഗ് അറ്റ് പെസ്റ്റിസൈഡ് എക്സ്പോഷറും ഇത് നോക്കുകയല്ല. 249 അസോസിയേഷൻസ് അവർ യൂണിക് ഹൈപ്പോത്തസിസ് അവർ വെച്ചു. And 4 of them described organochlorine pesticide applications, especially dicophilum endosulfanum, occurring during the period immediately before and concurrent with the central nervous system embryogenesis in the സമയത്ത് വരുന്ന സന്വച്ച്. So multivariate posterior models compared children with mothers living 500 meters of field sites വെച്ച് നോക്കിയപ്പം what they found is that to those mothers not living, അതായത് 500 മീറ്റേഴ്സിൻ്റെ അകത്ത് നിൽക്കുന്നവരും 500 മീറ്റേഴ്സിൻ്റെ പുറത്ത് നിൽക്കുന്നവരും കമ്പയർ ചെയ്യുന്ന odds of AST was found to be 6.1 time. That is with a confidence interval 95% confidence interval വെച്ച് നോക്കുമ്പോൾ 6.1 times ഈ എൻഡോസൾഫാൻ തളിച്ച മേഖലയുടെ 600-500 മീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മദേഴ്സിന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് 6.1 times ആണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ കണ്ടെത്തിയത്. And that actually ranges from 2.4 to 15.3 വരെ വരാം. അതാണ് അതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ 2.5 to 15.3 ആണ് അതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ ഉള്ളത്. 95% കോൺഫിഡൻസ് ഇൻ്റർവൽ. ദാറ്റ് ഈസ് anyway if you repeat the study 100 times, 95% times you will find that it's between 2.4 times to 15.3 times ആണ് അതിൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ ഈ 6.1 time ആണ് അതിൻ്റെ ആവറേജ് ആയിട്ട് വരും. So then prostatic risk cancer, I'm not going to details of all these studies. British Columbia, Canada നടത്തിയ പഠനം, പിന്നെ പ്ലസൻ്റ് ന്യൂറോട്രോപിക് ഡിഫക്ട്സ് ചൈനയിൽ നടത്തിയ പഠനമുണ്ട്. പിന്നെ ഇറ്റ്സ് എ നെസ്റ്റഡ് കൺട്രോൾ സ്റ്റഡി ഡൺ ഇൻ സ്പെയിൻ, പബ്ലിഷ്ഡ് ഇൻ അഗെയിൻ ഇൻ ഇത് തൈറോയ്ഡ് ഫങ്ഷൻസിനെ സംബന്ധിച്ച് ICMR നടത്തിയ പഠനം, അഹമ്മദാബാദിൽ നടത്തിയ പഠനം. അത് ആക്ച്വലി 3-4 വെസ്റ്റഡ് ഒരുമിച്ചാണ് പഠിച്ചേട്ടാ. അത് ഇപ്പോൾ എൻഡോസൾഫാൻ, ലിൻഡെയിൻ, പാരത്തോൺ അവരൊക്കെ എല്ലാം ഇതേ പഠിച്ചത്. ദെൻ നൗ ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞത്. ദെൻ കമ്മിങ് ടു ദ ബയോളജിക്കൽ പ്ലോസിബിലിറ്റി ആൻഡ് ഡോസ് റെസ്പോൺസ്. As I said, biological plausibility is the most beautiful thing when it comes to the causality factor. So അതിൻ്റെ സിസ്റ്റം വൈസ് സിനോപ്സിസ് ഓരോ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. സിസ്റ്റം വൈസ് സിനോപ്സിസ് നമ്മൾ പബ്ലിഷ് ചെയ്ത് ദാറ്റ് ഈസ് ആക്ച്വലി അവൈലബിൾ ഇൻ ഇൻ്റർനെറ്റ് ഓൾസോ. സിസ്റ്റം വൈസ് സിനോപ്സിസ് ഓഫ് പബ്ലിഷ് ലിറ്ററേച്ചേഴ്സ് ഇൻ പിയർ റിവ്യൂഡ് ജേർണൽസ്. അതിനകത്ത് കുറേ അധികം ഇപ്പം കുറേ പഠനങ്ങൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പഠനം എടുത്തിട്ട് അന്ന് ഞാൻ ചെയ്തു വെച്ചാൽ ഒരു ഫോൾഡർ വിച്ച് ആക്ച്വലി സേ ദാറ്റ് എൻഡോസൾഫാൻ ഡസ് നോട്ട് കോസ് ഓൾ ദീസ് തിങ്സ് ആൻഡ് എ ഫോൾഡർ വിച്ച് സേസ് എൻഡോസൾഫാൻ കോസസ് മെനി തിങ്സ്, എൻഡോസൾഫാൻ അസോസിയേറ്റഡ് തിങ്സ്, ആൻഡ് യു ഫൈൻഡ് ദാറ്റ് ദർ ഇസ് എ ബയാസ് ഇൻ ആക്ച്വലി പബ്ലിക്കേഷൻസിൻ്റെ ഒരു ബയാസ് ഉണ്ട്. എപ്പോഴും പോസിറ്റീവ് സ്റ്റഡീസ് പബ്ലിഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സ്റ്റിൽ ഇഫ് ബാറിങ് അത് വെച്ച് നോക്കിയാൽ പോലും
യു ഷുഡ് ഹാവ് ഫൈൻഡിങ് സം നെഗറ്റീവ് അല്ലെങ്കിൽ എൻഡോസൾഫാൻ ഈ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സേവ് ചെയ്യുന്ന പഠനങ്ങൾ ഒന്ന് രണ്ടെണ്ണെങ്കിലും പബ്ലിഷ്ഡ് ജേർണൽസിൽ കാണുന്നില്ല. നോ, നത്തിങ്. മേ ബി കറണ്ട് സയൻസിലേക്ക് ഒരു സാധനം ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് അത് ശ്രീകുമാർ കൊടുത്തൊരു സാധനം പബ്ലിഷ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സാധനത്തിൻ്റെ അകത്തും പിയർ റിവ്യൂഡ് ജേർണൽസിൻ്റെ അകത്ത് ഒരു ഇൻ്റർനാഷണൽ ജേർണൽസിൻ്റെ അകത്ത് ഒന്നും തന്നെ എൻഡോസൾഫാൻ ഈ കോസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എൻഡോസൾഫാൻ ബെയിൽ ഔട്ട് ചെയ്യുന്ന ഒരു പഠനവും ഇല്ല. Whereas this folder was filled around initially it's 500 studies and now it's more than ഒരു 1000 സ്റ്റഡീസിന് മുകളിൽ വേണ്ടി വന്നിട്ടുണ്ടാവും, ലുക്കിംഗ് അറ്റ് ദ വേരിയസ് ആസ്പെക്ട്സ് ഇൻക്ലൂഡിങ് ആനിമൽ സ്റ്റഡീസ് ആൻഡ് അതർ ദീസ് തിങ്സ്. നെർവസ് സിസ്റ്റം, അപ്പോൾ ഓരോ സിസ്റ്റത്തിനെ വെച്ച് പറയുന്നു. ഐ എം നോട്ട് ഗോയിങ് ടു ഡീറ്റെയിൽസ് ഓഫ് ദിസ് ബിക്കോസ് ഇറ്റ് വുഡ് ബി ടു മച്ച് ഓഫ് ഡീറ്റെയിലിംഗ് ആൻഡ് ടു മച്ച് ഇറ്റ് ഓൾറെഡി ഇറ്റ്സ് എ വെരി ലോങ് വീഡിയോ. സോ ആൾക്കാരുടെ ക്ഷമ പരീക്ഷിക്കുന്നതിന് പരിധിയില്ലേ. ബട്ട് ജസ്റ്റ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദീസ് ദർ ആർ സ്റ്റഡീസ് ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു ബ്ലാങ്ക് അല്ല എന്നുള്ളതാണ്. Endosulfan is significant associated to neurobehavioral disorder, cognitive disorders, hydrocephalus, mental retardation, cortical blindness, seizure disorders and Parkinson's disease. എന്നിട്ട് 2008 2003 2000 ATDSR അടക്കമുള്ള പഠനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞു കേട്ടോ, മലയാളത്തിൽ എഴുതിയത് അവിടെ താഴെ എഴുതിയത് അത് കാര്യമാക്കണ്ട. പിന്നെ ഡെവലപ്പിംഗ് നെർവസ് സിസ്റ്റം അതാണ് ഡെവലപ്പിംഗ് നെർവസ്. ഇപ്പോൾ കുട്ടികൾ എന്തുകൊണ്ട് അഫക്റ്റ് കൂടുന്നുണ്ട്? ഡെവലപ്പിംഗ് നെർവസ് സിസ്റ്റം ഈസ് എ പൊട്ടൻഷ്യലി സെൻസിറ്റീവ് ടാർഗറ്റ് ഫോർ പെസ്റ്റിസൈഡ് എക്സ്പോഷർ. ദാറ്റ് ഈസ് അഗെയിൻ പിയർ റിവ്യൂഡ് ജേർണൽസിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാബ ന്യൂറോ ആസ് എ സെഡ് എന്തുകൊണ്ട് ഓർഗാനിക് ഡിഫോമിറ്റി ഉണ്ടാകും, ഗാബ ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്ലോക്കിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രെയിൻ ലെവൽ ഓഫ് നോട്ട് ഓൺലി ഗാബ ന്യൂറോ ട്രാൻസ്മിറ്റർ, പിന്നെ ഡോപ്പമീൻ, സെറോട്ടോണിൻ, നോറഡ്രനാലിൻ, ഓൾ ദീസ് തിങ്സ് അതിൻ്റെ അകത്തും സ്റ്റഡീസ് ആർ അവൈലബിൾ ആക്ച്വലി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഈ ബ്രെയിൻ്റെ അകത്ത് ഇത് കുത്തിവെച്ചിട്ട് മനുഷ്യൻ്റെ കുത്തിവെച്ച് ചെയ്യുന്നതല്ലോ, അത് അഗെയിൻ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിനകത്തുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള എഫക്റ്റ് എന്താണെന്നുള്ള കാര്യം പരിശോധിക്കാൻ വേണ്ടി അത് അനിമൽ സ്റ്റഡീസിൽ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത സംഭവമാണ്. ആൻഡ് അതെങ്ങനെയാണ് ഹ്യൂമൻസിലേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്യാന്നുള്ള കാര്യം കൂടി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബേസിൽ ഗാംഗ്ലിയ അതിൻ്റെ ഓക്സിപിറ്റൽ കോർട്ടക്സിൽ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ള അഗെയിൻ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ദാറ്റ് വാസ് ഡൺ ബൈ PJ ചണ്ഡീഗഡ്. പിന്നെ ഡിസ്റ്റർബ്സ് കോർട്ടിക്കൽ സെറിബ്രൽ കോർട്ടക്സിനെ ബാധിക്കുന്ന സംബന്ധിച്ച് കുറേ സ്റ്റഡങ്ങൾ അർജൻറ്റീനയിൽ ഇഷ്ടംപോലെ സ്റ്റഡങ്ങളുണ്ട്, അതിൻ്റെ ഒരു പഠനം അവിടെയുള്ളത്. പിന്നെ ഈ ഗ്ലയൽ സെൽസ് ന്യൂറോണൽ സെൽസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനിമൽ സ്റ്റഡിയാണ്. ഇറ്റ് വാസ് ഡൺ ഇൻ ക്യോട്ടോ യൂണിവേഴ്സിറ്റി, ജപ്പാൻ. ഓരോ പാത്വേനെ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, നീഗ്രോ സ്റ്റൈൽ പാത്വേ എങ്ങനെ എഫക്റ്റ് ചെയ്യും, മീസോലിംബിക് ആൻഡ് മീസോ കോർട്ടിക്കൽ പാത്വേസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, ട്യൂബറോ ഇൻഫണ്ടിബുലർ പാത്വേനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും. ദർ ആർ മെനി സ്റ്റഡീസ് ഓൺ ഓൾ ദീസ് തിങ്സ്. ഇതൊരു ബ്യൂട്ടിഫുൾ സ്റ്റഡീസ്, ഐ നോട്ട് ടേക്കിംഗ് ടൈം ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ദറ്റ് ഇസ് ആക്ച്വലി നല്ലൊരു ഇൻ്റർവെൻഷൻ, ഒരു ഒബ്സർവേഷൻ സ്റ്റഡിയാണിത്. പോട്ടെ. ഇനി ഇഫക്ട്സ് ഓൺ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതായത് അതിനെക്കുറിച്ച് ഇഷ്ടമുള്ള പഠനങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും ടെസ്റ്റിക്കൽ നെക്രോസിസും ആസ്പെർമോജെനിസിസും ഡീജനറേറ്റീവ് സെമിനിഫറസ് ട്യൂബേഴ്സും അതിൻ്റെ പഠനങ്ങൾ 1999 2001 പബ്ലിഷ്ഡ് പിയർ റിവ്യൂഡ് ജേർണൽസിലുള്ള സ്റ്റഡിയാണ്. ഇവിടെയാണ് നമ്മൾ പ്രസക്തം ടാനർ സ്റ്റേജിങ് നടത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ഇതിനെ വെച്ചിട്ട് ICMR 2001 നടത്തിയ പഠനത്തിൽ ടാനർ സ്റ്റേജിങ്ങിൻ്റെ ആ ഒരു പഠനം മാത്രം പബ്ലിഷ് ആയിട്ടുണ്ട്. ഇറ്റ് വാസ് ബേസിക്കലി ബേസ്ഡ് ഓൺ സെക്ച്വൽ മെച്യൂരിറ്റി റേറ്റിംഗ്. അത് ഇറ്റ് വാസ് ഡൺ ഹിയർ. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ ബയോളജിക്കൽ പ്ലോസിബിലിറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇവിടുന്ന് നടത്തിയിട്ടുണ്ടെന്നുള്ള പറഞ്ഞു. പിന്നെ ടെസ്റ്റിക്കുലാർ ഡിസ്ഫങ്ഷൻസിന് മേൽ അത് അഗെയിൻ ഒരു അനിമൽ സ്റ്റഡിയാണ്. ബേസിക്കലി അതിൻ്റെ എങ്ങനെയാണ് മെക്കാനിസം എസ്റ്റാബ്ലിഷൻ യു നീഡ് ടു റിലേ അപ്പോൺ അനിമൽ സ്റ്റഡീസ് ഇറ്റ് സെൽഫ്. അല്ലാതെ യു കനോട്ട് ആക്ച്വലി മെക്കാനിസം എസ്റ്റാബ്ലിഷ് യു കനോട്ട് സ്റ്റഡി ഇൻ ഹ്യൂമൻ ബീങ്സ്. യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനാണ് ചെയ്തത്. ആൻഡ് ഹൗ ഇറ്റ് ഇസ്. പിന്നെ എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ, ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് വെരി ബ്യൂട്ടിഫുള്ളി ഡോക്യുമെന്റഡ് എവ്രിവെയർ. എൻഡോക്രൈൻ ഇറ്റ്സ് എ വെരി എസ്റ്റാബ്ലിഷ്ഡ് എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ. അപ്പം എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ കൊണ്ടുണ്ടാവുന്ന ബേസിക്കലി അതൊരു എന്താ പറയുക, ഈസ്ട്രോജൻ മിമിക് ചെയ്യുന്നൊരു സംഭവമാണ്. മോസ്റ്റ് ഓഫ് ദ ഇഫക്ട്സ് ഡ്യൂ ടു ഇസ് എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ ഈസ് ഡ്യൂ ടു ഇസ് മിമിക്കിംഗ് ഓഫ് ഈസ്ട്രോജൻ ആൻഡ് ഇറ്റ് ഇസ് ഡോസ് റിലേറ്റഡ് ഡിഗ്രീസ് ഇൻ ടെസ്റ്റോസ്റ്ററോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ, ഫോളിക് ആസിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, മെനി അതർ തിങ്സ്. അതിൻ്റെ ഡീറ്റെയിൽ പോകുന്നില്ല. ഏതൊക്കെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നോക്കേണ്ട റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ EDC എൻഡോക്രൈൻ ഡിസ്ട്രക്റ്റിംഗ് കെമിക്കൽസ് 2012 ഒരു ബ്യൂട്ടിഫുൾ സ്റ്റഡി WHO റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസ്. അത് നല്ല സ്റ്റഡിയാണ്, അത് നോക്കേണ്ടതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് EDCs. അതിൽ നിന്ന് കോപ്പി എടുത്താണ്, അതുപോലെ ഈച്ച കോപ്പി അടിച്ചാൽ, അതായത് സ്ക്രീൻഷോട്ട് അടിച്ചാണ്. സ്റ്റേറ്റ് ഓഫ് സയൻസ് ഓഫ് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസ് 2012 WHO. ഇത് ഗൂഗിൾ ചെയ്താൽ കിട്ടും, PDF കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ടേബിൾ 3.1 പറയുന്നത്
ഈ EDCസിനെ ക്ലാസിഫൈ ചെയ്തു. അതിൻ്റെ അകത്ത് പെർസിസ്റ്റൻ്റ് ആൻഡ് ബയോ അക്യുമുലേറ്റിംഗ് ഹാലോജിനേറ്റഡ് കെമിക്കൽസ് എന്നുള്ള കാറ്റഗറി. അതിൻ്റെ അകത്ത് പെർസിസ്റ്റൻറ്റ് ഓർഗാനിക് പൊല്യൂട്ടൻറ്റ് വിച്ച് ഈസ് ഓൾസോ ആൻ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കലിൻ്റെ അകത്താണ് ഏത് വരുന്നത്? എൻഡോസൾഫാൻ വരുന്നത്. സീ ദാറ്റ്. സോ you need to explain on more that. ബാക്കിയെല്ലാം അതിൻ്റെ ഇതിൽ താഴെയാണ് വരുന്നതെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. സോ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻ വിച്ച് ഓൾസോ കോസ് എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ്റെ കാറ്റഗറി വരുന്നത്. അപ്പം ചിലവർ പറയുന്ന കേട്ടോ ഇത് ബെയിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ തള്ളുന്ന വെച്ചാൽ ഇത് വളരെ സേഫാണ് അങ്ങനെ പറയുന്നത് കേൾക്കുന്ന സങ്കടം. യു ഗോ ടു ബേസിക് റിപ്പോർട്ട്സ്, യു ഗോ ടു ദ വെരി ബേസിക് റിപ്പോർട്ട്സ് ആൻഡ് വെരി പബ്ലിഷ്ഡ് ജേർണൽസിനകത്തുള്ള റിപ്പോർട്ട് കൊടുക്കുക. ആൻഡ് സി അതിൻ്റെ ആൻഡ്രോജൻസിറ്റി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് ടു ലേറ്റ് ടു ഗോ ഇൻ ഓൾ ദീസ് തിങ്സ്. ഡെൻമാർക്കിൽ നടത്തിയ പഠനമുണ്ട്. ദെൻ സ്പെയിൻ another study which will look at the pituitary hormone കുറിച്ചുള്ള സാധനങ്ങളെ കുറിച്ച്. then there are many other studies പെരോടോക്സിറ്റിയെ കുറിച്ചിട്ടുള്ള കാർസിനോജനിക് എഫക്റ്റ്. ബ്രസ്റ്റ് ക്യാൻസർ കോസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈസ്ട്രോജൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അതുകൂടെ തന്നെ 16 ഹൈഡ്രോക്സി ഈസ്ട്രോൺ ടു 2 ഹൈഡ്രോക്സി ഈസ്ട്രോണിൻ്റെ റേഷ്യോ മാറ്റുന്നുണ്ട്. 17 ബീറ്റ ഈസ്ട്രോയുടെ ഇതുണ്ടാക്കുന്നത്. there are peer reviewed journals published all these studies. and generally also നാച്ചുറൽ കില്ലർ T സെൽസിനെ ഇതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ഐ തിങ്ക് ഇങ്ങനെ പറയുന്നൊരു സുഖമില്ല. ഇത് യു ഗോ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദി സ്റ്റഡി. ദിസ് ഈസ് അവൈലബിൾ ഇൻ ഇൻ്റർനെറ്റ്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്കും അത് സംബന്ധിച്ച പഠനങ്ങൾ അത് ചെയ്തത് സ്പെയിനിൽ നടത്തിയ പഠനമാണ്. പിന്നെ സ്വീഡനിൽ നടത്തിയ കർലിൻസ്ക യൂണിവേഴ്സിറ്റി സ്റ്റോക്ക്ഹോമിൽ. പിന്നെ ദാറ്റ് ഈസ് ബേസിക്കലി അത് അഗെയിൻ ഇറ്റ്സ് കൈൻഡ് ഓഫ് experimental study in animal. Prostate cancer risk exposure in pesticide farmers. This is a kind of a observational study in British Columbia, Canada. Then genotoxicity, അത് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എഫക്റ്റ് ഓഫ് ഓർഗനോഫോസ്ഫറസ് ആൻഡ് ഓർഗനോകോറിയം പെസ്റ്റിസൈഡ്സ് ഓൺ ഹ്യൂമൻ ലിംഫോസൈറ്റ്സ്, അതിനെക്കുറിച്ചുള്ളൊരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി, യു സീ ദാറ്റ് നെയിം ആക്ച്വലി, അത് നടത്തിയിരിക്കുന്ന പഠനമുണ്ട്. അത് ബേസിക്കലി ലിംഫോസൈറ്റ് കൾച്ചറിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന ഒരു പഠനമാണ്. ഇറ്റ്സ് എ ഗുഡ് സ്റ്റഡി ഓൺ എക്സ്പെരിമെൻ്റൽ ബേസിസ്. പിന്നെ DNA ഡാമേജിനെ സംബന്ധിച്ചുള്ള പഠനമുണ്ട്. പിന്നെ സോ ദർ ഇസ് ലോട്ട് ഓഫ് സ്റ്റഡീസ്. ഐ ക്യാൻ ആക്ച്വലി ഗോ ത്രൂ ദാറ്റ്. ഐ എം നോട്ട് ഗെറ്റിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് ഓഫ് ദ സ്റ്റഡി. ദെൻ dose response. The dose response actually depends upon many things, which actually depend upon the environmental concentration, properties of the toxicant, frequency of exposure, length of exposure, and exposure pathway. Here, one of the major important thing is the property of the toxicant. എന്തുകൊണ്ടാണ് എൻഡോസൾഫാൻ ലോകത്ത് നിരോധിച്ച് അല്ലെങ്കിൽ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ അനക്സ് എയിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കാസർഗോഡിലെ ചിലർ പറയുന്നത് കാസർഗോഡിലെ സിറ്റുവേഷൻ കണ്ടുകൊണ്ട് അവിടുന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, അതുകൊണ്ട് ചെയ്തു എന്നല്ല. അങ്ങനെയല്ല. അത് പേഴ്സണൽ ഓർഗാനിക് പൊല്യൂട്ടൻസിനെ നിരോധിക്കപ്പെടുന്ന 22ാമത്തെ കെമിക്കലാണ് എൻഡോസൾഫാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം കൃത്യമായിട്ട് പോപ്പാർസി എവിഡൻസസിനെ ബിൽഡ് ചെയ്ത് ഈ പോപ്പാർസി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പെസ്റ്റിസൈഡ് കമ്പനികൾക്ക് അടക്കം വാദിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുത്തിട്ട് അതിനെ ഓരോന്നും സയൻറ്റിഫിക് ടീം ഇരുന്ന് അത് ഓരോന്നിൻ്റെയും വസ്തുതകൾ പരിശോധിച്ച് അതിന് സഫീഷ്യൻ്റ് ആയിട്ട് പിയർ റിവ്യൂഡ് ജേർണൽസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കി അങ്ങനെയാണ് ഈ പോപ്പാർസി ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് എന്താ സോ ആൻഡ് ദാറ്റ് ഓൾ ദി തിങ്സ് ആർ ഗെറ്റിംഗ് ഡോക്യുമെൻ്റ് ഓൾസോ. സോ വെൻ യു കം ടു അതിൻ്റെ ഇപ്പോൾ റിവ്യൂ നടക്കുന്നൊരു പ്രോസസ് ഇസ് എ സ്ട്രിക്റ്റ് പ്രോസസ്. സോ അതിനകത്ത് ബയോ അക്യുമുലേഷനെ കുറിച്ചും നോക്കുന്ന 3 കാര്യങ്ങൾ പോപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് വേണ്ടി. അത് ബയോ അക്യുമുലേഷൻ, പെർസിസ്റ്റൻസ്, ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ട്. ഇത് നോക്കിയിട്ടാണ് എൻഡോസൾഫാൻ്റെ നിരോധനം കൊണ്ടുവന്നുള്ളത്. അപ്പം ഇറ്റ്സ് നോട്ട് ആ ഇഫക്റ്റ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിൻ്റെ മുകളിൽ കാസർഗോഡുള്ള ഒരു വെറുതെ ഒരു കഥ സൃഷ്ടിച്ചിട്ട് അവിടെ അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നൊരു കഥയുടെ മുകളിൽ അങ്ങനെ വഞ്ചിതരാകുമെന്ന് വരുന്നില്ലല്ലോ. അപ്പോൾ സോ ദേ ഹാവ് ടു ലുക്ക് ഇൻ ടു ലോട്ട് ഓഫ് സയൻറ്റിഫിക് ഡീറ്റെയിൽസ് ആൻഡ് സയൻറ്റിഫിക് ഡീറ്റെയിൽസ് ബൈ ലുക്കിംഗ് ഓഫ് ഓൾ ദീസ് തിങ്സ്. ആൻഡ് ദ COP5, അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, 5th കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഇൻക്ലൂഡഡ് സ്റ്റോക്ക്ഹോം 5th കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഓഫ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഇൻക്ലൂഡഡ് എൻഡോസൾഫാൻ ഇൻ അനക്സ് എ, അതായത് ബാൻ ചെയ്യേണ്ട ഗ്ലോബൽ ബാനുള്ള സ്ഥാനത്തിലിട്ടത്. പിന്നെ മോഡ് ഓഫ് ആക്ഷൻ പലതും പറഞ്ഞു. ഡോസ് റെസ്പോൺസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പം അതിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞു. മോഡ് ഓഫ് ആക്ഷൻ, അക്യൂട്ട് ടോക്സിറ്റി എന്ന ഇൻ്റർമീഡിയറ്റ് ടോക്സിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്. ദർ ആർ ഇനഫ് സ്റ്റഡീസ് ഓൺ അതിൻ്റെ ലിറ്റാലിറ്റിയെക്കുറിച്ചുള്ള സാധനങ്ങളും എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്, ആൻറ്റിഡോട്സിനെ കുറിച്ചും ഇഷ്ടംപോലെ സ്റ്റഡി. വൺ ഈസ് പബ്ലിഷ്ഡ് ബൈ CMC വെല്ലൂർ. ആൻഡ് അക്യൂട്ട് ടോക്സിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാര്യം പറയാവുന്ന കാര്യം എഗെയിൻ ഈ ഇപ്പം എൻഡോസൾഫാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വാദിക്കുന്ന KM ശ്രീകുമാർ അടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2001 ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്
പീപ്പിൾ ഹു ആർ എക്സ്പോസ് ടു എൻഡോസൾഫാൻ സമയത്ത് അവർക്ക് ഗിഡിനെസ്സും ഹെഡേക്കും ആ സ്പോട്ടിൽ തന്നെ ഉണ്ടായി എന്നുള്ളതും പുറത്തിറങ്ങാത്തവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ പറഞ്ഞിരുന്നു. സോ അക്യൂട്ട് ടോക്സിറ്റിയെ കുറിച്ച് അദ്ദേഹത്തിനും ജ്ഞാനമുണ്ടെന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. പിന്നെ ക്രോണിക് ടോക്സിറ്റി, അത് നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെക്കുറിച്ചും നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നതും എൻഡോക്രൈൻ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ജീനോടോക്സിറ്റിയും ടെറട്ടോജെൻസിറ്റി, കാർസിനോജൻ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ക്രോണിക് ടോക്സിറ്റി, അതായത് ക്രോണിക് എക്സ്പോഷറാണ് ഇതിലത്തെ പ്രസക്തമായിട്ടുള്ള കാര്യം. സോ ബ്രീഫിംഗ് കീൽസ് ക്രൈറ്റീരിയ ഇൻ കാസർഗോഡിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കാസർഗോഡിലെ കോണ്ടെക്സ്റ്റിൽ എന്താണ് അസോസിയേഷൻ പഠിച്ചത് ആരാ? അസോസിയേഷൻ്റെ ഇനീഷ്യൽ ടെമ്പറാലിറ്റി പഠിച്ചത് അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ട്. കാരണം അങ്ങനെ സ്പ്രേ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പഠിച്ച അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ട്. അതിനുശേഷം അതിൻ്റെ അസോസിയേഷനെ കുറിച്ചിട്ടും അതിൻ്റെ ഇതിൻ്റെ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ പഠിച്ചിരിക്കുന്ന രീതി പറഞ്ഞാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിച്ചു, അത് കമ്പനികൾ പറഞ്ഞു അംഗീകരിക്കില്ല, അല്ല NIOH ICMR ആദ്യം പഠിച്ചു 2001. അതിനുശേഷം അത് അംഗീകരിക്കില്ല പറഞ്ഞു. ICMR പബ്ലിഷ് ചെയ്തു ഒരു ഭാഗം, അതും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 2002 കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിച്ചു, അതും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ 2 പഠനവും സുപ്രീം കോടതിയിലെ കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്തു. ICMR ICR ജോയിൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചു, അത് പഠിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവാലുവേറ്റ് ചെയ്തു, അവർ പറഞ്ഞു എൻഡോസൾഫാൻ പ്രശ്നമാണെന്ന്. ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുള്ള കാര്യം അതാണ് കാസർഗോഡിൽ അതിൻ്റെ സയൻസ് കോണ്ടെക്സ്റ്റ്. പിന്നെ വേറെ സ്മോളർ എൻ്റെ ഈസിയർ മെയ്ഡ് ഓഫ് ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ റിസ്ക് അസസ്മെൻറ്റിലെ ഗൈഡുകളുണ്ട്. നമ്മൾ വി ഹാവ് ഗോൺ ടു ദ സ്ട്രിക്റ്റർ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ബൈ ഹിൽസ് ക്രൈറ്റീരിയ, കമ്പാരിറ്റീവ്ലി സ്ട്രിക്റ്റർ ആക്ച്വലി. ദെൻ what WHO ഒരാളെ പറയുന്നത്, what WHO says about it, it included endosulfan in category 2 moderately hazardous chemical. USEPA included highly hazardous chemical. USCP 2011 included as persistent organic pollutants. Intergovernmental Forum on Chemical Society included as acute and acutely toxic pesticides that pose a significant health problem for developing countries. For developing countries, see that, for developing countries and economies in transition. Then the Industrial Toxical Research Institute ITRC India said that it's extremely hazardous. ICMR Joint Committee in 2012 said that it has serious important health effects, biological effects related to endocrine disruption, carcinogenicity, congenital abnormality, reproductive and neurodegenerative. This is the way it has said. This is the studies which have said that. അതൊന്നുമല്ല ഈ കുറച്ച് അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയ സാധനമാണ്, അതാണ് ശാസ്ത്രമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ് സങ്കടം. ഇനി സോ വെർ ഇസ് ആംബിഗ്വിറ്റി? എവിടെയാണല്ലോ സംശയത്തിൻ്റെത്? അതിനൊരു കാരണമുണ്ട്. ഇറ്റ്സ് നോട്ട്, ഐ ഡോണ്ട് സേ ദാറ്റ് ദ എൻ്റെ ഡിസ്കഷൻ ഓൺ ദിസ് ഫ്യൂട്ടിലിറ്റി ഓഫ് ദീസ് തിങ്സ് അതിന് അതിൽ ബേസ് ഇല്ല എന്നല്ല. വെൻ യു ബ്രിങ് സയൻസ് ഇൻ ടു റീഹാബിലിറ്റേഷൻ ദർ ഇസ് ഓൾവേസ് എ ചാലഞ്ച്, ബിക്കോസ് റീഹാബിലിറ്റേഷൻ ഓർ സംതിങ് ലൈക്ക് ഓഫ് ദാറ്റ് ഇസ് എ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ സോഷ്യൽ സിഗ്നിഫിക്കൻസ് സാധനത്തിനകത്ത് എത്രത്തോളം ശാസ്ത്രം കൊണ്ടുവരാൻ പറ്റുന്ന ചോദ്യം എപ്പോഴും ഉണ്ട്. കാരണം അതുകൊണ്ടാണ് ചിലർക്ക് എൻഡോസൾഫാൻ വിക്ടിംസിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർക്കും എന്നെപ്പോലുള്ളവർ അനഭിമിതരാകുന്നത്. എല്ലാം എൻഡോസൾഫാനാണ് പ്രശ്നമൊക്കെ, എല്ലാം എൻഡോസൾഫാൻ കണ്ടറിയില്ല, എൻഡോസൾഫാനിൻ്റെ ഭാഗം ചോദിച്ചാൽ കണ്ടറിയില്ല, അതാണ് വസ്തുത. യു നീഡ് ടു ഹാവ് എ കൈൻഡ് ഓഫ് ഒരു ലോജിക്കൽ ഡിഡക്ഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവേണ്ടതുണ്ട്. സോ ബിഗസ്റ്റ് ചാലഞ്ച് എന്താ ഈ റിയൽ വിക്ടിംസ് എന്ന് പറയുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ റിയൽ വിക്ടിംസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രിവലൻസ് എടുത്തിട്ട് ഈ പ്രിവലൻസിന് മുകളിൽ വരുന്നവർ അങ്ങനെയാണെന്നല്ല. So you need to have very basic criteria. As a social inclusion program in the രീതിയിൽ what do you need to have is kind of a highly sensitive thing with a kind of a small specificity എങ്കിലും ആവശ്യമുള്ളൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നുള്ള സാധനമായിട്ട് വരും. The 100% sensitivity, all the people, everyone in the situation, all the sprayed areas, they fall in with this thing that is 100% sensitive. ഈ സ്പ്രേഡ് ഏരിയ കൂടി മാറ്റി കഴിഞ്ഞാൽ it becomes 100. കാസർഗോഡ് ജില്ലയിൽ എല്ലാവരും ഇതിന് എഫക്റ്റ് കിട്ടാന്നുണ്ട്. ദാറ്റ് ഇസ് 100% സെൻസിറ്റീവ് ബട്ട് വിത്ത് 0% സ്പെസിഫിസിറ്റി. അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടങ്ങളുടെ സമയത്ത് യാതൊരു രീതിയിലുള്ള ഗൈഡ് ലൈൻസോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംവിധാനങ്ങളോ ഒരു കൈൻഡ് ഓഫ് ഇതോ ഉണ്ടായിട്ട്, കാരണം വെച്ചാൽ അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഇറ്റ്സ് വാസ് എ ന്യൂ സ്റ്റോറി ഫോർ ഓൾ ഓഫ് അസ്. സോ ഇനീഷ്യലി ഇത് വാസ് അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്ന രീതിയിലുണ്ട്. സോ സം കൈൻഡ് ഓഫ് ഒരു സ്പെസിഫിസിറ്റി എന്ത് കൊണ്ടുവരണം. ഫുൾ സെൻസിറ്റീവ് ആയിട്ട് ഒരു സാധനം മാത്രം വെച്ചുകൊണ്ട് യു കനോട്ട് ആക്ച്വലി റൺ ഒരു എന്താ ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റില്ല. സോ സം കൈൻഡ് ഓഫ് സ്പെസിഫിസിറ്റി നീഡ് ടു ബ്രോട്ട് ഇൻ എന്ന് ഒരു ഡിസ്കഷൻ ഉണ്ടായതിനെ തുടർന്നാണ് സം കൈൻഡ് ഓഫ് സ്പെസിഫിറ്റി കൊണ്ടുവരുടെ ഭാഗമായിട്ടാണ് വി ആസ്ക് ഓഫ് ലുക്കിംഗ് ഇൻ ടു ജിയോഗ്രഫിക്കൽ ടെമ്പറാലിറ്റി ആൻഡ് ടൈം ടെമ്പറാലിറ്റി. ബിക്കോസ് ഏത് കാലഘട്ടത്തിലാണ് അവർക്ക് രോഗാവസ്ഥ വന്നുള്ളത്, ഈ സമയത്ത് ഇവർ താമസിച്ചിട്ടുണ്ടോ, ഈ ഇവരുടെ ലൊക്കേഷൻ എവിടെയാണ് താമസിച്ചിരിക്കുന്നത്, ഈ പ്ലാന്റേഷനുമായിട്ട് എത്ര ദൂരത്താണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം നോക്കണം എന്നുള്ള ഒന്ന്. രണ്ടാമത് ബയോളജിക്കൽ പ്ലോസിബിലിറ്റി. ഈ പർട്ടിക്കുലർ കണ്ടീഷൻ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ആ അവസ്ഥ ബയോളജിക്കലി പ്ലോസിബിൾ, ഈ രോഗാവസ്ഥയായിട്ട് ബയോളജിക്കലി പ്ലോസിബിൾ ആണോ?
മൂന്നാമത് ആബ്സെൻസ് ഓഫ് അല്ലെങ്കിൽ അസസ് ദി അതർ ഒബ്വിയസ് etiology because you have a clear history of birth asphyxia or kind of വേറെ എന്തെങ്കിലും ഒരു ഓർഗാനിക് കോസാലിറ്റി നമുക്ക് അല്ലെങ്കിൽ ഒരു കോസ് ഉള്ളത് മോർ അസോസിയേറ്റഡ് കോസ് ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കണം. ഇത്രയും 3 സിമ്പിൾ ക്രൈറ്റീരിയയാണ് നമ്മൾ 2013 പറഞ്ഞത്. 2013 ഈ ഒരു ക്രൈറ്റീരിയയെക്കുറിച്ച് നമ്മൾ ഡിസ്കഷൻ ആരംഭിച്ചത്. അങ്ങനെ ഒരു ക്രൈറ്റീരിയ വേണമെന്നുള്ള കാര്യത്തിന് ആലോചിച്ച് അതുവരെ പറഞ്ഞ പോലെ വളരെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു ഇൻക്ലൂഷനാണ് നടന്നുകൊണ്ടിരുന്നത് വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലിസ്റ്റ് ഓഫ് വിക്ടിംസ് എൻഡോസൾഫാൻ വിക്ടിംസിൻ്റെ പേര് മാറ്റി പേഷ്യൻസ് സ്പെസിഫിക് ഇൽനെസ് വിത്ത് എക്സ്പീരിയൻസ് ഓഫ് എൻഡോസൾഫ് എക്സ്പോഷർ എന്നാക്കണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ലിസ്റ്റ് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് ഓൾവേസ് ബി കോൺട്രവേഴ്ഷ്യൽ. ഐ ഡു അഗ്രി ദാറ്റ് എൻഡോസൾഫാൻ ദ വേ ദ എൻഡോസൾഫാൻ ലിസ്റ്റ് വാസ് പ്രിപ്പയർഡ് ഈസ് ആക്ച്വലി ഇൻ എ കൈൻഡ് ഓഫ് എ മോർ ഓഫ് എ വെരി ഈ പറഞ്ഞ പോലെ ബ്രോഡ് എൻഡഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ സോഷ്യോ എക്കണോമിക് ഹെൽത്ത് സർവേ 2010 നടത്തുകയുണ്ടായി. അന്നത്തെ ആനന്ദ് സിംഗ് സാറിൻ്റെ കളക്ടറുണ്ടായ സമയത്ത് നടത്തിയിരുന്നു. പിന്നെ സ്പെസിഫിക് മെഡിക്കൽ ക്യാമ്പ് 2010 ജനുവരി, ഡിസംബർ 2010, മാർച്ച് 2010 നടത്തിയിരുന്നു. 2011 മാർച്ച് 2011 നടത്തിയിരുന്നു. ജനുവരി 2011, മാർച്ച് 2011, ഓഗസ്റ്റ് 2011, ഡിസംബർ 2011, പിന്നെ ഓഗസ്റ്റ് 2013, പിന്നെ ഇപ്പം അടുത്ത് വേറെ നടത്തിയിട്ടുണ്ട്. സോ അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ നിലവിൽ ലിസ്റ്റിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. ഐ ഡു അഗ്രി ദാറ്റ് നിലവിൽ ലിസ്റ്റിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. സോ വാട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ BPL ലിസ്റ്റിൻ്റെ അകത്ത് APL കടന്നുകൂടി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ ഈ നാട്ടിൽ പോവർട്ടി ഇല്ലാത്തതുകൊണ്ടാണെന്ന്? ഈ നാട്ടിൽ പോവർട്ടി ഇല്ല, APL കണ്ട ഒരു ബെൻസ് കാർ ലോൺ BPL ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് എന്താ BPL ലിസ്റ്റ് ഉണ്ടാക്കിയ പ്രൊസീജിയർ ശരിയല്ല എന്നുള്ളതും BPL ലിസ്റ്റ് ഉണ്ടാക്കേണ്ട പ്രൊസീജിയർ കൂടുതൽ ശാസ്ത്രീയമാക്കണം എന്നുള്ളതും നിലവിലുള്ള ലിസ്റ്റ് റീവിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുക. അല്ലാതെ ഈ നാട്ടിൽ പോവർട്ടി ഇല്ല എന്ന് പറയില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? കാരണം അതിനുള്ള ഡിപ്പെൻഡ് ചെയ്യുന്ന ഡാറ്റാസ് മറ്റൊന്നാണ്. അവിടെയാണ് ഈ കൺഫ്യൂസ് ചെയ്തത്. ഈ പെസ്റ്റിസൈഡിൻ്റെ കമ്പനികൾക്ക് വേണ്ടി വാദിക്കുന്നവരും ഈ പ്ലാന്റേഷൻ കോർപ്പറേഷന് വേണ്ടി വാദിക്കുന്നവരും അല്ലെങ്കിൽ എൻഡോസൾഫാനിനെ ബെയിൽ ഔട്ട് ചെയ്യാൻ വാദിക്കുന്നവരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് നോക്കൂ, ലിസ്റ്റ് കംപ്ലീറ്റ് പ്രശ്നമാണ്, ലിസ്റ്റ് ഉണ്ടാക്കിയ വഴി ശരിയല്ല, ഇത് ശരിയല്ല. അപ്പോൾ എന്താ പ്രശ്നം? അതുകൊണ്ട് എൻഡോസൾഫാൻ പ്രശ്നമില്ല. അതെങ്ങനെ പറയാം? എൻഡോസൾഫാൻ പ്രശ്നമാണോ അല്ലയോ, എൻഡോസൾഫാൻ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കോ ഇല്ലയോ, അത് കാസർഗോഡ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പഠനങ്ങൾ മറ്റൊന്നാണ്. അതേസമയം ലിസ്റ്റ് ഉണ്ടാക്കിയ വഴി, ലിസ്റ്റ് നടത്തിയ സർവേസ്, ലിസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡാറ്റ, ലിസ്റ്റിൻ്റെ അടുത്തുള്ള അപാകതകൾ, ലിസ്റ്റിനകത്തുള്ള ഡിസീസസിൻ്റെ കാറ്റഗറി എന്നുള്ളതൊക്കെ ആ ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കണം. ആ ലിസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നം. അപ്പോൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BPL ലിസ്റ്റിൻ്റെ അകത്ത് APL കയറി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നാട്ടിൽ പോവർട്ടി ഇല്ല എന്നല്ല പറയാറ്. എന്താ പറയാറ്? ഈ ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ സയൻറ്റിഫിക് ആക്കാന്നുള്ളത്. അതിനാണ് ഈ പറഞ്ഞ പോലെ ജോഗ്രഫിക്കൽ ടെമ്പറാലിറ്റിയും ബയോളജിക്കൽ പ്ലോസിബിലിറ്റിയും പിന്നെ ആബ്സെൻസ് ഓഫ് എനി അതർ ഒബ്വിയസ് etiology എന്നുള്ള 3 സിമ്പിൾ ക്രൈറ്റീരിയ വെച്ച ബട്ട് ദാറ്റ് ക്രൈറ്റീരിയ നോട്ട് ബീൻ അതർ ടു എന്നുള്ള സാധനം ഉണ്ട്. അത് വസ്തുതയാണ്. അപ്പം ഇത് എന്താ ഈ കാര്യമാണ്. മറ്റേതിനകത്ത് ഒരു കമൻറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിച്ചു. ഇത് ശരിയാ, ഹൈക്കോടതിയും വിജിലൻസും ഈ കാര്യം പരിശോധിച്ചിട്ട്, കാരണം ഗംഗാധരൻ നായരിന് കൊടുത്തിട്ട് കേസിൻ്റെ അകത്ത് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിച്ചു. കുറേ കേസുകൾ കൊടുത്തിട്ടുണ്ട്. കുറേ കേസുകൾ ഞാൻ പ്രതിസ്ഥാനത്തുള്ള ഇഷ്ടംപോലെ കേസുകൾ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാറ്റിലും പറയാതെ പറയുന്ന കാര്യം, എല്ലാറ്റിലും ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ പറഞ്ഞു ഇതിനെക്കുറിച്ച് ഹൈക്കോടതി അന്വേഷിച്ചിട്ട് ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിച്ചിട്ടുണ്ട്. എന്താ റിപ്പോർട്ട് എന്താ പറയാത്തത്? റിപ്പോർട്ട് പറ. റിപ്പോർട്ടിൽ എന്താണ്? ഈ 2013 ഉണ്ടാക്കിയ മിനിമം ക്രൈറ്റീരിയയെങ്കിലും പാലിച്ചുകൊണ്ട് ഈ മൊത്തം ലിസ്റ്റിനെ റീവിസിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആ റീവിസിറ്റിംഗ് നടത്തുന്നത് ദാറ്റ് ഈസ് മോർ ഓഫ് എ സോഷ്യൽ ആൻഡ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ റാദർ ദാൻ എ കൈൻഡ് ഓഫ് എ സയൻറ്റിഫിക് ഡിസിഷൻ. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് അൺറിലേറ്റഡ് ടു ദിസ് എന്ന് പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഇഫ് ഗവൺമെൻറ് വാണ്ട് എ പ്രോഗ്രാം ഓഫ് എൻ ഓൾ ഇൻക്ലൂസീവ് പ്രോഗ്രാം, നേരത്തെ പറഞ്ഞ കാസർഗോഡിലെ എല്ലാ രോഗാവസ്ഥയുള്ളവർക്കും ഒരു പാക്കേജ് പ്രഖ്യാപിച്ചാലും അതിലുള്ള വിഷയമല്ലല്ലോ. അറ്റ് ദ സെയിം ടൈം ബ്രിങ്ങിങ് സയൻസ് ഇൻ ടു റീഹാബിലിറ്റേഷൻ ഇസ് സംതിങ് എൽസ്. So that is something there is a kind of a hysteria which is created by കുറേ സംവിധാനങ്ങൾ കുറേ ഇതുണ്ടാക്കി ഒരു വലിയ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യും. കാസർഗോഡ് എല്ലാ പ്രശ്നങ്ങളും എൻഡോസൾഫാൻ രീതിയിലുള്ള ഇതും അതിനെക്കുറിച്ച് തിരിച്ചെന്തെങ്കിലും കുറേ കുട്ടികളെ സെറിബ്രൽ പാൾസിയിലെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാം എൻഡോസൾഫാൻ കണ്ടാൽ അറിയില്ല. ദർ ആർ മെനി അതർ തിങ്സ് വിച്ച് നീഡ് ടു ബി ലുക്ക്ഡ് ഇൻ ടു. പക്ഷേ ദാറ്റ് ഡസ് നോട്ട് ആക്ച്വലി ഇതിൻ്റെ ശാസ്ത്രം അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നുള്ള കാര്യത്തിലേക്കല്ലേ വരുന്നത്. നമ്മൾ മിനിമം ക്രൈറ്റീരിയ വെച്ച് എങ്ങനെ ആളുകൾക്ക് സഹായം എത്തിക്കുക എന്നുള്ള കാര്യം പരിശോധിക്കണം. ദാറ്റ് ഈസ് സംതിങ് എൽസ്. ഇൻ എ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ബന്ധപ്പെട്ടും പിന്നെ അതിൻ്റെ എപ്പിഡമിയോളജിക്കൽ ഡാറ്റയും അതിനെ ക്ലബ് ചെയ്തുള്ള ഒരു കളിച്ചാണ് ഇപ്പം ഇതിൻ്റെ ശാസ്ത്രീയത ചോദ്യം ചെയ്യപ്പെടുന്നത്.
അല്ലെങ്കിൽ എൻഡോസൾഫാൻ നിരോധിച്ചതിൻ്റെ ശാസ്ത്രീയതയോടെ ചെയ്തത്. ഇതിന് ഈ പടത്തിന് ഇവിടെ പ്രസക്തി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിങ്ങൾക്കറിയാം അല്ലെ, പുലിറ്റ്സർ പ്രൈസ് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഫോട്ടോ ആണ്. ഈ ഫോട്ടോക്ക് ഒരു പ്രസക്തി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോട്ടോ എടുത്തതിന് ശേഷം, ഈ ഫോട്ടോ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയതിന് ശേഷം എന്താ ഇയാൾ ചെയ്തെന്തുവാ, ഈ ഫോട്ടോ എടുത്തതിന് ശേഷം കെവിൻ കാർട്ടർ ഈ ഫോട്ടോ തന്നെ ഡെവലപ്പ് ചെയ്ത് അത് വലിയ അവാർഡൊക്കെ കിട്ടി. ആ ഫോട്ടോനെ കുറിച്ചിട്ട് അദ്ദേഹം കുറേ റിപ്പോർട്ടുകളും എല്ലാം ഉണ്ടായി. വലിയൊരു ഡിസ്കസ് ചെയ്യപ്പെട്ട ഫോട്ടോ ഇത്. പക്ഷേ ഒരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെ അവാർഡ് കിട്ടിയതിന് ശേഷം ഒരു ചോദ്യം ചോദിച്ചത്, ആ കഴുകൻ അവിടെ നിൽക്കുന്നുണ്ട്, ആ കുട്ടി അവിടെയുണ്ട്, നിങ്ങൾ അതിനുശേഷം ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് അന്വേഷിച്ചോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ അകത്ത് അയാൾ വലിയ ഡിപ്രഷനായെന്നും പിന്നീട് ആ ഡിപ്രഷനെ തുടർന്നാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നൊക്കെ ഇതൊരു കാര്യമുണ്ട്. അതിവിടെ ഈ ഫോട്ടോ ഇവിടെ പ്രസക്തമാകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠനങ്ങളും ശാസ്ത്രീയ ചർച്ചകളും പ്രശ്നങ്ങളും ലിസ്റ്റിലെ അപാകതകളും അതിലെ കുഴപ്പങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെടണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, കമ്മിറ്റികൾ വേണം, പരിശോധിക്കണം, എന്ത് തന്നെ അതിനകത്ത് ഇപ്പം നടക്കാം. ബട്ട് ഇതൊക്കെ നടന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കൊരു പുനരധിവാസ പദ്ധതി ആരംഭിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൽ മാത്രമേ ഈ കുട്ടികളൊക്കെ അതുവരെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ചിന്ത, അത് കെവിൻ കാർട്ടർ അന്ന് ഫോട്ടോ എടുത്ത സമയത്തുള്ള അതേ ചിന്തയാണ്. കാരണം എൻ്റെ റിപ്പോർട്ട്, എൻ്റെ പഠനങ്ങൾ, എൻ്റെ ഇത് എന്നല്ല ഉപരിയായിട്ട് ഇവിടെ മനുഷ്യജീവനുകൾക്ക് എന്ത് സംഭവിക്കുന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഈവൻ ഇഫ് ഒരു കാര്യം ഫോർ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ദാറ്റ് കുറേ നാളുകൾക്ക് ശേഷം പറയാം, ഇല്ല അവിടെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എൻഡോസൾഫാൻ, ദെൻ അതിൻ്റെ അകത്ത് സെറിബ്രൽ പാൾസിയുള്ളതും മറ്റുള്ള ആൾക്കാർക്കുള്ളും സംവിധാനം ഏർപ്പെടുത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ അതിന് ശേഷം മാത്രമേ പ്രതിഭാസ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ള രീതിയിൽ നിന്നിരുന്നെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ? അല്ലെങ്കിൽ തിരിച്ചാന്നിയായിരിക്കും എൻഡോസൾഫാൻ ഈ പ്രശ്നം ഉണ്ടാക്കിയതില്ല. ഇന്നുള്ള ശാസ്ത്ര പഠനങ്ങളെ ICMR-ൻ്റെയും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെയും NIOH-ൻ്റെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെയും എല്ലാം പഠനങ്ങളെ ആധാരമാക്കിയിട്ട് നമ്മൾ പറയുകയാണ് എൻഡോസൾഫാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അതാണ് റീട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അതിന് ശേഷമാണ് പ്രതിഭാസ പാക്കേജുകൾ ആരംഭിക്കുന്നെങ്കിൽ അതുവരെ ഉണ്ടായ നഷ്ടത്തിന് ആര് സമാധാനം പറയും? ആ കുട്ടിക്ക് ഉണ്ടായ നഷ്ടത്തിന്. I do agree that there are a lot of issues. ഇതിൻ്റെ സാമ്പത്തിക ഇതായി വന്നതും ഈ മറ്റേ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇത് പാക്കേജ് പ്രഖ്യാപിച്ച സമയത്തുണ്ടായ കുറേ അധികം ചർച്ചകളും അതിനെക്കുറിച്ചുള്ള കുറേ ഡിസ്കഷൻസും, അതെല്ലാവരും കൊടുക്കുന്ന ഡിസ്കഷൻസും, there are a lot of കുറേ ഡിസ്കഷൻസ് ഔട്ട് ഓഫ് ദിസ് കോണ്ടെക്സ്റ്റ് നടക്കുന്നുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എൻഡോസൾഫാൻ കാസർഗോഡ് എല്ലാം ഉണ്ടാക്കിയെന്നുള്ള ഒരു വശത്ത് പറയുന്നവരും, എൻഡോസൾഫാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, എൻഡോസൾഫാൻ ബെയിൽ ഔട്ട് ചെയ്യേണ്ട കാര്യമാണ്, എൻഡോസൾഫാൻ യാതൊരു പ്രശ്നം ഉണ്ടായില്ല, അത് നിരോധിച്ച തെറ്റാണെന്ന് പറയുന്ന ഒരു ഫലത്തിൽ ചെയ്യുന്ന ഒരേ ഒരു പ്രവർത്തനം ഉണ്ട് അതിൻ്റെ അകത്ത്. അത് ഐ എം സോറി ടു സേ ദാറ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ശാസ്ത്രത്തെ അടിച്ച് തകർക്കുന്ന സാധനമുണ്ട്. ബിക്കോസ് വിത്ത് ദ മൊമെൻറ്റ് യു സേ ദാറ്റ് എല്ലാം എൻഡോസൾഫാൻ ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ് അവരെ ബെയിൽ ഔട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി സൃഷ്ടിക്കുന്ന കാര്യം ഓർക്കണം. പിന്നെ റീഹാബ്, അതേസമയം ഞാൻ പറഞ്ഞു റീഹാബിലിറ്റേഷൻ പാക്കേജിൽ ആരൊക്കെ ഉൾപ്പെടണം, അതൊക്കെ ഇറ്റ്സ് മോർ ഓഫ് എ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസിഷൻ റാദർ ദാൻ എ സയൻറ്റിഫിക് ഡിസിഷൻ. സോ വെൻ വി സേ ദാറ്റ് സമാനമായ രോഗാവസ്ഥയുള്ള എല്ലാവരെയും ഒരു ഇത് എന്നാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻഡോസൾഫാൻ തളിച്ച മേഖലയ്ക്ക് തൊട്ടപ്പുറത്തുള്ള ഒരാളെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നത് ലോജിക്ക് എന്ന് വെച്ചാൽ എന്താ, ശാസ്ത്രീയമായിട്ട് നിന്ന് പോകും. എൻഡോസൾഫാൻ തളിച്ച് എഫക്റ്റ് പോയെടുത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാർ വേണമെങ്കിൽ ശാസ്ത്രീയം എന്ന് പറയുമെങ്കിലും അവിടെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട്. സോ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഓർ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ഈസ് എ സോഷ്യോ പൊളിറ്റിക്കൽ, സോഷ്യോ ഇക്കണോമിക് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ്. ദിസ് ഈസ് should be detached to the അല്ലെങ്കിൽ it should be actually not absolutely അതിൻ്റെ സയൻറ്റിഫിക് കോണ്ടെക്സ്റ്റ് തന്നെ ആവണമെന്നും ഇല്ലാതാണ് അതിൻ്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സോ ആസ് ഐ സെഡ് വിജിലൻസ് റിപ്പോർട്ടിനനുസരിച്ചും ഹൈക്കോടതി ഡയറക്ഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ 2013 ഉണ്ടാക്കിയ മാനദണ്ഡങ്ങളനുസരിച്ച് ലിസ്റ്റിനെ റീവിസിറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ്റെ കാര്യം, ഈ പറഞ്ഞ എക്സ്പ്ലോയിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ പലതും നടക്കുന്നുണ്ട്. ഇപ്പം ഒരിക്കൽ കഴിഞ്ഞ കൊല്ലം കുറച്ചാൾ മുമ്പ് 2013 എൻഡോസൾഫാന് വേണ്ടിയിട്ട് പഞ്ചഗവ്യ ചികിത്സ കൊണ്ട് എൻഡോസൾഫാൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് അത് നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ പക്ഷേ എക്സ്പ്ലോയിറ്റേഷൻ എല്ലാവരും നടക്കുന്നുണ്ട്. അത് ഒരുവിധ രോഗാവസ്ഥകളിലെല്ലാം എക്സ്പ്ലോയിറ്റേഷൻ നടക്കുകയും അല്ലെങ്കിൽ ഒരുവിധ പ്രശ്നങ്ങൾക്കെല്ലാം സാമ്പത്തിക പ്രശ്നത്തിനും എല്ലാം എക്സ്പ്ലോയിറ്റേഷൻ നടക്കാറുണ്ട്. സോ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് എല്ലാം എൻഡോസൾഫാനായി വരുത്താൻ നിൽക്കുന്നു, വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത സർക്കാരിന് സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതെല്ലാം നമ്മൾ അംഗീകരിച്ചാൽ പോലും എൻഡോസൾഫാൻ കാസർഗോഡ് പ്രശ്നം ഉണ്ടാക്കിയെന്നും എൻഡോസൾഫാൻ നിരോധിക്കപ്പെടേണ്ട പെസ്റ്റിസൈഡ് ആണെന്നും എൻഡോസൾഫാൻ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കിയ ലോകത്തിലെ കുറേയേറെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നതും ആ വസ്തുതകൾ നിരാകരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്.
പിന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ചെറിയ ചോദ്യം തിരിച്ചു വയ്ക്കാനുള്ള. ഈ അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ KM ശ്രീകുമാർ പറഞ്ഞു, ഈ അച്യുതൻ കമ്മിറ്റിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. ഈ അതായത് പെസ്റ്റിസൈഡ് കമ്പനികളും KM ശ്രീകുമാർ അടക്കമുള്ളവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് പിന്നീട് ആ വ്യൂ മാറിയെന്നുള്ളത്. അതായത് എൻഡോസൾഫാൻ പ്രശ്നം ഉണ്ടാക്കിയത് 2001 പറഞ്ഞത്, പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് വെച്ചാണ് മാറിയെന്നുള്ളത്. പിന്നെ ആ റിലേ ചെയ്യുന്ന ഡാറ്റ ഒന്ന് RTI ഡാറ്റ, രണ്ടാമത് ഡാറ്റ സെൻസസ് റിപ്പോർട്ട്, മൂന്നാമത് ഡാറ്റ ഇപ്പം ഒരു പഠനം എടുക്കേണ്ട സെൻസസ് റിപ്പോർട്ട്, മൂന്നാമത് ഡാറ്റ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്. പിന്നെ NPRPDൻ്റെ ഒരു സർവേയുടെ ഡാറ്റ, പിന്നെന്താ KSSMൻ്റെ ഒരു സർവേ ഡാറ്റ. ഇതൊക്കെയാണ് ദ കസ്റ്റോഡിയൻസ് ഓഫ് ആ ഡാറ്റ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ റിലയബിലിറ്റിയെക്കുറിച്ച് സംശയം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ അതിൻ്റെ ഈ ഒരു എപ്പിഡമോളജിക്കൽ യൂസേജിൻ്റെ അതിൻ്റെ സംഭവത്തിൽ ലിമിറ്റേഷൻസും അവരെന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്റ്റിൽ അതാണ് അധികാരം എടുക്കുക. പിയർ റിവ്യൂഡ് സയൻറ്റിഫിക് ജേർണൽസോ മെഡിക്കൽ കോളേജ് നടത്തിയ പഠനങ്ങളോ ICMR നടത്തിയ പഠനങ്ങളോ NIH നടത്തിയ പഠനങ്ങളോ WHO ഒബ്സർവേഷൻസോ ഇതൊന്നും എല്ലാം പരിശോധിക്കുന്നുള്ള കാര്യമാണ്. സോ വാട്ട്സ് ദാറ്റ്സ് നോട്ട് സംതിങ് വെരി സ്ട്രേറ്റ് അല്ലേ. സോ ടു എൻഡ് വിത്ത്, ആസ് ഐ സെഡ്, the science of endosulfan, what I briefly here is the public health context in which this endosulfane കുറിച്ചുള്ള ഹിൽസ് ക്രൈറ്റീരിയ അനുസരിച്ചുള്ള എന്തൊക്കെയാണ് അതിനുള്ള പഠനങ്ങളെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ കൂടുതൽ പഠനങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് ലഭ്യമാണ്. പിന്നെ ഈ നടക്കുന്ന വാദങ്ങൾ, അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് എൻഡോസൾഫാൻ കമ്പനികളും പല പേരിൽ അവരുണ്ടായിരുന്നു. ആദ്യം പെസ്റ്റിസൈഡ് മാനുഫാക്ചർ ഫോർമാറ്റ് അസോസിയേഷൻ നേരിട്ട് ഈ വാദങ്ങൾ ഉന്നയിച്ചു, പിന്നീട് വേറെ ചിലരോട് ഉന്നയിച്ചു, പിന്നെ എന്തൊരു പ്ലാന്റേഷൻ സംരക്ഷണ സമിതിയിൽ നിന്ന് വന്നു, പിന്നെ അതിന് ശേഷം ഇപ്പോൾ എന്തൊരു അപമാനമോചന സമിതിയിൽ നിന്നൊക്കെ വരുന്നു. അപ്പോൾ അങ്ങനെ പല മോഡലും പല രീതിയിലും വരും. അവർ ഇഷ്ടംപോലെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഒരു വിജിലൻസ് കേസും ഹൈക്കോടതി കേസും. പക്ഷേ എല്ലാറ്റിലും റിപ്പോർട്ട് എന്താണ്, ഫൈനൽ റിപ്പോർട്ടാണെന്ന് നോക്കണം. ഹൈക്കോടതിയിൽ അവർ കേസ് ഫയൽ ചെയ്തു, എനിക്കൊരു ഗുഡ് സർവീസ് എൻട്രി കിട്ടി, അതാണ് ഫൈനൽ ഉണ്ടായത്. പിന്നെ പിന്നെ ഒരു വിജിലൻസ് റിപ്പോർട്ടിൽ ആ വിജിലൻസ് റിപ്പോർട്ട് ബ്യൂട്ടിഫുള്ളി സെറ്റ് ദാറ്റ് അതിനെ നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസിനെ റീട്രേറ്റ് ചെയ്തു. അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ എന്തോ ഒരു ഗ്രാൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനും വിജിലൻസ് റിപ്പോർട്ടിനെല്ലാം പറഞ്ഞു. സോ ദർ ആർ ദീസ് ഡിസ്കഷൻ വിത്ത് അസ് ആക്ച്വലി കണ്ടിന്യൂസ് ഫോർ ആൻ എവർ. ആൻഡ് ഐ നോ ദാറ്റ് ഇവരെന്തായാലും അത് കണ്ടിന്യൂ ചെയ്യും, ബിക്കോസ് ദേ നീഡ് ടു ബെയിൽ ഔട്ട് എൻഡോസൾഫാൻ സംഹൗ. So that discussion will continue, that I'm quite well aware of that. But this video is particularly for my friends who are interested in public health and basically the medical professionals in this. And basically we are concerned with the health of the people, and rest everything comes after that. Thank you.